Ready. യെസ് മക്കളെ, സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. സോ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. സോ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള വൺ ഓഫ് ദ ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ, ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മളെ FM സബ്ജക്റ്റിൽ കുറച്ചെങ്കിലും പഠിക്കാൻ കുറച്ച് കണ്ടന്റ് ഉള്ള ടോപ്പിക്സ്. ബാക്കിയെല്ലാം എന്താ പറയാ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. ആൻഡ് എക്സാമിന് വരുന്ന സമയത്തും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കുമ്പോൾ ഓക്കെ, പക്ഷെ എക്സാം ഹോളിൽ ചിലപ്പോൾ ആ ഒരു സ്പീഡായിട്ട് നമ്മളെ മൈൻഡ് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു സ്മോൾ മിസ്റ്റേക്ക് മതി, ഇടയ്ക്കുള്ള ഒരൊറ്റ മിസ്റ്റേക്ക് മതി, കംപ്ലീറ്റ് മാർക്കും അവർ കട്ട് ചെയ്യും. ഓക്കെ, സോ 5 to 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു 6 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മേ ബി ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് ഒരു 4 മാർക്കൊക്കെ അങ്ങനെ തന്നെ പോകും. ക്ലിയർ. ഏതെങ്കിലും ഒരു ക്യാഷ് ഫ്ലോ തെറ്റിയാൽ തന്നെ അപ്പൊ തന്നെ എന്താവും, ബാക്കിയുള്ളതെല്ലാം കണക്റ്റഡ് ടോപ്പിക്സ് ഒക്കെ പോകും. ഓക്കെ, സോ നോക്കാം. സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആണ് അല്ലെ. സോ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് വേണ്ടിയിട്ടുള്ളത് നോക്കാം. നോക്കൂ മക്കളെ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, വാക്കിനേക്കാളും കൂടുതൽ യെസ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് അല്ലെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റിലേക്ക് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നു പലയിടത്തുനിന്നും. ഓക്കെ, സോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ പൈസ കളക്ട് ചെയ്യുന്ന പല സോഴ്സ് ഓഫ് ഫണ്ട് എന്നാണ്. അപ്പൊ അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഇക്വിറ്റി ആയിക്കോട്ടെ, ഡെറ്റ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഴ്സ് ഫണ്ട് കളക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇത് ഓരോന്നിനും ഓരോ കോസ്റ്റ് ഉണ്ടാവും, അറിയാം അല്ലെ. ഓരോന്നിനും ഓരോ കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് ഒക്കെ ആവറേജ് ചെയ്തിട്ട് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ടോട്ടൽ ക്യാപിറ്റലിന് എത്രയാണ് നമുക്ക് എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, യെസ്, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നിടത്തുനിന്ന് കുറച്ചും കൂടി കൂടുതൽ അല്ലെ, നമ്മുടെ കോസ്റ്റ് എങ്കിലും കവർ ചെയ്യാൻ പറ്റണം എന്ന രീതിയിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും അല്ലെ. നമ്മുടെ എൻറ്റയർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെൽത്ത് മാക്സിമൈസേഷൻ അല്ലേ. യെസ്, അപ്പൊ വെൽത്ത് കൂട്ടണമെങ്കിൽ എന്തായാലും നമുക്ക് എന്താ പറയാ, നമ്മളെ കോസ്റ്റിനേക്കാളും കൂടുതൽ റിട്ടേൺ വന്നുകൊണ്ടേ ഇരിക്കണം. അപ്പൊ എക്സ്ട്രാ എമൗണ്ട് വരും. ആ എക്സ്ട്രാ എമൗണ്ട് വെച്ചിട്ട് ഫർദർ എക്സ്പാൻഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മളെ കോസ്റ്റിനേക്കാളും കുറവാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നെങ്കിൽ അല്ലെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കുറവാണ് നമുക്ക് വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ എങ്കിൽ ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുക, റിട്ടേൺ കുറവാ അല്ലെ. കിട്ടിയ വെച്ചിട്ട് മൊത്തം ആർക്ക് കൊടുക്കും, ഈ നമ്മളെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അതേപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എല്ലാവർക്കും കൊടുക്കണ്ടേ. യെസ്, അപ്പൊ കൊടുക്കാനുള്ളവർക്ക് മീൻസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നഷ്ടമാണ് വരുന്നത്. EPS ഒക്കെ ഭയങ്കര ലോ ആയിട്ട് പോകും. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നമ്മുടെ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്രോജക്റ്റ്, ഓരോ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റ് ബെറ്റർ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യും. സോ ദ 2 types ഓഫ് ടെക്നിക്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ടെക്നിക്സ്? യെസ്, ട്രഡീഷണൽ ഓർ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ്, അതേപോലെ ടൈം അഡ്ജസ്റ്റർ ഓർ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ് എന്ന് പറയും. ഓക്കെ, ട്രഡീഷണൽ ഓർ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ്, പിന്നെ ടൈം അഡ്ജസ്റ്റർ ഓർ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ്. സോ എന്തൊക്കെയുള്ളത് നോക്കാം. ഒന്ന്, പേ ബാക്ക് പീരീഡ് കേട്ടിട്ടുണ്ടാവും അല്ലെ. പേ ബാക്ക് പീരീഡ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, മോഡിഫൈഡ് IRR. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്. ഓക്കെ അല്ലേ. സോ ഞാൻ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, പേ ബാക്ക് പീരീഡ്. എന്താണ് പേ ബാക്ക് പീരീഡ് അല്ലെ? പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടാൻ എത്ര ടൈം എടുക്കും, അത്രേ ഉള്ളൂ അല്ലെ. ടൈം റിക്വയർഡ് ടു റിക്കവർ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ. മനസ്സിലായില്ലേ? നമ്മളിപ്പോ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടാൻ എത്ര ടൈം എടുക്കും? ചിലപ്പോൾ ഒരു 50,000 വെച്ചിട്ടായിരിക്കും 2 വർഷം എനിക്ക് ഇൻഫ്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ ഔട്ട്ഫ്ലോ ഇട്ടു. 2 വർഷം 50,000 വെച്ച് കിട്ടിയാൽ അവിടെ 2 ലക്ഷം ഫുള്ളായി. ക്ലിയർ അല്ലേ? യെസ്, 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ 50,000 കിട്ടി. സോ 2 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് എന്തായി, പേ ബാക്ക് പീരീഡ് ആയി അല്ലെ. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മൊത്തം എന്താ ഇത് റിക്കവർ ചെയ്തു. ക്ലിയർ ആണ്? അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ എങ്ങനെയാ, അതേപോലെ നോൺ യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ, യൂണിഫോം ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതേപോലെ നോൺ യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? യെസ്. നോക്ക്, യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എടാ,
യൂണിഫോം ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞ അതേ കേസാണ് അല്ലെ. നിങ്ങൾക്ക് ഇപ്പോൾ 1 lakh rupees ഇൻവെസ്റ്റ്മെന്റ് എത്തി. ഓക്കെ, 1 lakh rupees ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ ഒരു മിനിറ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ഡൺ. സോ നോക്കുക, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചിട്ടാനുള്ള ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, യൂണിഫോം ക്യാഷ് ഫ്ലോസ് ആണ് അല്ലെ. യൂണിഫോം ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. അതായത് നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെ. സോ നമുക്ക് ഇവിടെ വേണ്ടത് പ്രോഫിറ്റ് അല്ല, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. ഇപ്പോൾ ഒരു പ്രൊജക്ട് നമ്മൾ 20 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ആനുവൽ പ്രോഫിറ്റ് ഇസ് ഗിവൺ 5 lakh ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഇസ് ഗിവൺ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഇസ് 5 lakh. ഓക്കെ, ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ടാക്സ് എടുക്കുക അല്ലെ. സോ ടാക്സ് വരുന്നത് എത്രയാ, 40% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 lakh rupeesന്റെ ഡിപ്രീസിയേഷൻ വരും. ബാക്കി ടാക്സ് വരും. 40% ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 3 lakh ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ. നെറ്റ് പ്രോഫിറ്റ് 5 lakh ഉണ്ടായിരുന്നു. നമ്മൾ 40% ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നെറ്റ് പ്രോഫിറ്റ് എത്ര വരും, 3 lakh വരും. ക്ലിയർ അല്ലേ. യെസ്. ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ കൂടെ ആഡ് ബാക്ക് ഡിപ്രീസിയേഷൻ ചെയ്യണം. ആഡ് ബാക്ക് ഡിപ്രീസിയേഷൻ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, CFAT കിട്ടും അല്ലെ. സോ ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ എത്ര വരിക, 4 ഇയറിന്റെ ലൈഫ് ഉള്ളതാ അല്ലെ. പ്രൊജക്ടിന് കോസ്റ്റ് എത്ര പറഞ്ഞത്, 20 lakh അല്ലേ പറഞ്ഞത്. സോ 20 lakh ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 5 lakh വരും. ക്ലിയർ ആണോ. യെസ്. സോ 3 lakh plus 5 lakh is equal to 8 lakh. സോ ഡിപ്രീസിയേഷൻ വരുന്ന സമയത്ത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. നിങ്ങൾ എപ്പോഴും ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യണം അല്ലെ. സോ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചു, എന്നിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്തിച്ചു, ദെൻ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ. യെസ്. അപ്പൊ ഇതുപോലെ ഇവിടെ നോക്കുക, 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, 8 ലക്ഷം രൂപയല്ലേ നിങ്ങൾക്ക് എല്ലാ വർഷം കിട്ടുന്നത്. അപ്പൊ എത്ര ടൈം എടുക്കും ഇത് ഫുൾ 8 lakh കിട്ടാനായിട്ട് അല്ലെ. ഫുൾ 8 lakh കിട്ടാനായിട്ട് നമുക്ക് 20 lakh ഡിവൈഡഡ് ബൈ 8 lakh എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2.5 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ. സോ ഓൾമോസ്റ്റ് 2.5 years ആണ് എടുക്കുക. മനസ്സിലായില്ല, 8 lakh റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്. ഇനിയിപ്പോ നേരെ മറിച്ചിട്ട് അത് നോൺ യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ആണെങ്കിലേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ഇയർ വരുന്നത് 8 lakh, സെക്കൻഡ് ഇയർ വരുന്നത് ഒരു 8 lakh, തേർഡ് ഇയർ വരുന്നത് ഒരു 6 lakh ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ക്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കും. ഇവിടെ 8 lakh ഉണ്ട് ക്യൂമുലേറ്റീവ്, ഇവിടെ 16 ലക്ഷം വരുന്നുണ്ട്, ആൻഡ് നെക്സ്റ്റ് ഇസ് ടോട്ടൽ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ 22 വരും. അപ്പൊ നമുക്ക് എത്ര മതി, 20 മതി അല്ലെ. യെസ്. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം 2 years കഴിയുമ്പോഴേക്കും 16 ആയി അല്ലെ. സോ 2 year എന്തായാലും ഉണ്ട്. ഇനി തേർഡ് ഇയർ മൊത്തം വേണോ, വേണ്ട. തേർഡ് ഇയർ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 22 ആവും അല്ലെ. സോ നമുക്ക് എത്ര മതി, ജസ്റ്റ് ഈ ഒരു ടൈം നോക്കുക, ആ ഒരു തേർഡ് ഇയർ മൊത്തത്തിലുള്ളത് 6 lakh അല്ലെ. നമുക്ക് എത്ര ലാക്ക് മതി, 4 lakh പോരെ. 16 lakh 20 lakh എത്തിക്കാൻ 4 lakh മതി. ഓക്കെ, സോ 4 out of 6 എന്നുള്ള രീതിയിൽ എടുക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് 2 year പ്ലസ് 4/6 എന്ന് പറയുമ്പോൾ 0.666. അപ്പൊ 2.6666 years എന്നുള്ള രീതിയിൽ വരും. ക്ലിയർ ആണോ. യെസ്. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ എടുക്കുക. എന്തൊക്കെ, യൂണിഫോം ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും, അതേപോലെ നോൺ യൂണിഫോം ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. യൂണിഫോം ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. പിന്നെ നോൺ യൂണിഫോം ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ ഇതേപോലെ ക്യൂമുലേറ്റീവ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് പേ ബാക്ക് റെസിപ്രോക്കൽ. പേ ബാക്ക് റെസിപ്രോക്കൽ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് സിമ്പിൾ ആണ്. നിങ്ങൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിച്ചിട്ട് 1/, എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലെ. 1 ഡിവൈഡഡ് ബൈ പേ ബാക്ക് പീരീഡ് റെസിപ്രോക്കൽ എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. സോറി, പേ ബാക്ക് പീരീഡ്. മനസ്സിലായി. ഇപ്പൊ ഇവിടെ പേ ബാക്ക് പീരീഡ് കിട്ടുന്നത് ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, 2.5 years അല്ലേ കിട്ടുക. ഇപ്പൊ ഈ കേസിൽ നോക്കുക, എല്ലാ വർഷവും 8 lakh വെച്ചിട്ട് വരുന്നുണ്ട്, 20 ലക്ഷം കവർ ചെയ്യണമെങ്കിൽ 2.5 days 2.5 years ആണ് നമുക്ക് ആൻസർ വരിക അല്ലെ. 20 lakhന്റെ ഇൻവെസ്റ്റ്മെന്റ് 8 lakh എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 2.5 year അല്ലേ വരിക. കറക്റ്റ്. അപ്പോ ഇവിടെ 1 ഡിവൈഡ് ബൈ 2.5 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.4 കിട്ടും. ദാറ്റ് ഈസ് അറൌണ്ട് 40% അല്ലെ. സോ അതായത് 0.4 ആണ് ഇവിടെ പേ ബാക്ക് റെസിപ്രോക്കൽ വരിക, അല്ലെങ്കിൽ 40% പറയാം. അപ്പോൾ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ, പേ ബാക്ക് പീരീഡ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എത്ര പെർസെന്റേജ് ആണ് ആ വർഷം കവർ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ. ഒരു സിംഗിൾ ഇയറിൽ എത്ര പെർസെന്റേജ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആവറേജ്. മനസ്സിലായില്ല. അപ്പൊ 2.5 വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു വർഷം കൊണ്ട് കവർ ചെയ്യുന്ന പെർസെന്റേജ് എത്രയാണ്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അറൌണ്ട് ഒരു 40% നിങ്ങൾ ഓൺ ആൻ ആവറേജ് നിങ്ങൾ ഒരു ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഓരോ ഇയറിലും കവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ. യെസ്. സോ അതാണ് പേ ബാക്ക് റെസിപ്രോക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. യെസ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ അല്ലേ.
അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. ഓക്കെ, സോ എന്താണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ? നോക്ക്, നമ്മൾ നേരത്തെ എടുത്ത പോലെയില്ല. നേരത്തെ നിങ്ങൾ എന്താ പറയാ, ഈ പറഞ്ഞ പേ ബാക്ക് റെസിപ്രോക്കലൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും, ഇതിന്റെ നേരെ തിരിച്ചാ അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇപ്പൊ യൂണിഫോം ക്യാഷ് ഫ്ലോസ് ആകുമ്പോൾ പേ ബാക്ക് പീരീഡ് എന്താ? യെസ്, ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് അല്ലെ? ഇനി പേ ബാക്ക് റെസിപ്രോക്കൽ ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരും അല്ലെ? അപ്പൊ അതും ഇതും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. നോക്കി, ഇവിടെ ആനുവൽ CFAT ആണ് വരുന്നത്. പേ ബാക്ക് പീരീഡിൽ മുകളിൽ വരുന്നത് എന്താ? ആനുവൽ CFAT ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? യെസ്. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ആയിട്ടല്ല, നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ നെറ്റ് ഇൻകം ആയിട്ടാണ്, നെറ്റ് പ്രോഫിറ്റ് ആയിട്ടാണ്. സി, ഇപ്പൊ ഇതേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 3 lakh അല്ലെ? ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ടല്ലേ 5 lakh ആഡ് ചെയ്തിട്ടല്ലേ 8 lakh ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ 3 lakh അല്ലെ? അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 20 ലക്ഷത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് ഈ 3 lakh? 15% അല്ലേ ഉള്ളൂ, വെറും 15% അല്ലേ ഉള്ളൂ. യെസ്, ആ 15% ആണ് ഇതിലെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഒന്ന് നോക്കുമ്പോൾ 2-3 മെത്തേഡ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പഠിപ്പിക്കാറുള്ള ഈ ഒരു മെത്തേഡാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം എടുക്കുക, അതായത് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും അല്ലെ? യെസ്, 5 lakh ഉണ്ടായിരുന്നു, ടാക്സ് കുറച്ചിട്ട് 3 lakh എത്തി. CFAT അല്ല കണ്ടുപിടിക്കുന്നത്, ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നില്ല, 3 lakh. അപ്പോൾ ഈ 3 lakh വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. അപ്പൊ 3 lakh ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നോർമലി എടുക്കുക. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ യു ക്യാൻ ടേക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. മനസ്സിലായോ? ഇനീഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇനീഷ്യലി നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത് അത് എടുക്കുക. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എത്രയാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്? 20 ലക്ഷം അല്ലേ? യെസ്, അപ്പൊ 20 ലക്ഷം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അത് കുഴപ്പമില്ല. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാം. ഓക്കെ, സോ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 20 lakh ആണ് ഓപ്പണിംഗ് വരുന്നത് അല്ലെ? ക്ലോസിംഗിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ല, സ്ക്രാപ്പ് വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം അല്ലെ? നമ്മൾ ഡിപ്രിസിയേഷൻ 4 വർഷം ഇല്ലേ? ഇപ്പൊ 4 വർഷം കഴിയുമ്പോഴേക്കും ഡിപ്രിസിയേഷൻ 0 ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 0 വാല്യൂ എത്തുന്നത് അല്ലെ? ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. ഇപ്പൊ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗും സ്ക്രാപ്പും തമ്മിലുള്ള ആവറേജ് എടുക്കാം. മനസ്സിലായോ? ഓപ്പണിംഗും ക്ലോസിംഗും തമ്മിലുള്ള ആവറേജ് എടുത്തിട്ട് ചെയ്തൂടെ? മനസ്സിലായോ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണോ മക്കളെ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് ബൈ 2 അല്ലേ എടുക്കുക? യെസ്, അപ്പൊ ഇത് ഡിവൈഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ആവറേജ് കിട്ടിയില്ലേ? യെസ്, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ 20 ലക്ഷവും 0 വരുന്നത് അല്ലെ? 20 ലക്ഷം ഓപ്പണിംഗ് ഇനീഷ്യൽ ഉണ്ട്. ഓക്കെ, പിന്നെ ക്ലോസിംഗിൽ വരുന്നത് 0. അപ്പൊ 20 പ്ലസ് 0 എത്രയാ? 20 ലക്ഷം ഡിവൈഡഡ് ബൈ 2 10 lakh. അപ്പൊ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചാൽ ഇവിടെ എത്ര വരും? 10 lakh വരും. അപ്പൊ നോർമലി നമുക്ക് ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ 20 lakh, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ 10 lakh വരുന്നത്. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടന്റ്ലി വേറൊരു പോയിന്റ് ഉള്ളത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. സോ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്തും കൂടി എടുക്കുക, പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എടുക്കുക. സോ ഇതിസ് വൺ നിങ്ങൾ അവിടെ ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇക്വേഷൻസ് ഇട്ടത്. ക്ലിയർ അല്ലേ? സോ അവിടെ 2-3 ഇക്വേഷൻസ് ഉണ്ട്. അവിടെ വേറെ ആംഗിളിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സോ 2-3 വേർഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബെറ്റർ എപ്പോഴും ഈ 2 ഫോളോ ചെയ്താൽ മതി. ഒന്നെങ്കിൽ യു ടേക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ അല്ലേ മക്കളെ? ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ടോ സ്ക്രാപ്പിനെ പറ്റിയിട്ടോ അങ്ങനെ ഒന്നും തരാത്ത സമയത്തുണ്ടല്ലോ, നിങ്ങൾ ബെറ്റർ എന്തെടുക്കുക? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ ആണോ? യെസ്, സോ നൗ ക്ലിയർ വിത്ത് ദിസ് ട്രഡീഷണൽ ഓർ നോൺ ഡിസ്കൗണ്ടിങ് പോയിന്റ്സ്. ഓക്കെ ആണോ മക്കളെ? ട്രഡീഷണൽ അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടിങ് ആയിട്ടുള്ള 2 ടെക്നിക്സ് ഓക്കെ അല്ലേ? പേ ബാക്ക് പീരീഡ് ആൻഡ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. സോ വെരി വെരി സിമ്പിൾ സാധനങ്ങളാണ്. ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടാൽ നോക്കി. യെസ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല അല്ലെ? ഗുഡ്. അതാ പിന്നെ അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ്. ഓക്കെ, ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ്. ഓക്കെ, നോക്കൂ മക്കളെ, വാട്ട് ഈസ് ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ്? സി, ഫസ്റ്റ് വൺ ഈസ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് അല്ലെ? ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് നോക്കാം. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? സിമിലർ ടു പേ ബാക്ക് പീരീഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ആർ കൺസിഡർ. അത്രേ ഉള്ളൂ. എന്താ പറയുന്നത്? നിങ്ങൾ പേ ബാക്ക് പീരീഡ് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിച്ചോളൂ, പക്ഷെ ജസ്റ്റ് ടേക്ക് പ്രസന്റ് വാല്യൂ. അതായത് മക്കളെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ നിങ്ങൾക്ക് 8 lakh വെച്ചിട്ടല്ലേ ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടുണ്ടായിരുന്നേ
അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ 8 lakh കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് വരുമ്പോൾ അവർ ഒരു പെർസെന്റേജ് പറയും. ആ പെർസെന്റേജ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇപ്പൊ 10% ആണെന്ന് വിചാരിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ 0.909, 0.826, 0.751 ഇട്ടിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ 8 lakhും ഇൻറ്റു ഇത്ര ഓരോന്നും വാല്യൂ എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? യെസ്, 8 lakh ഇൻറ്റു 0.909, 8 lakh ഇൻറ്റു ഇത് അങ്ങനെ കിട്ടും. യെസ്, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾക്ക് എന്താ പറയാ ക്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോസ് എടുക്കാം. സോ അതിനനുസരിച്ച് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഇത് എന്ത് എത്തണം? 20 lakh എത്തണം. ക്ലിയർ ആണോ? യെസ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, സോ ഇവിടെ ഇത്രയേ ഉള്ളൂ പണി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ക്യാഷ് ഫ്ലോസിനെ നേരത്തെ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ക്യാഷ് ഫ്ലോസ് 8 lakh ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സി എഫിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ 8 lakh വരും, ഇവിടെ 16 lakh വരും, ഇവിടെ 24 lakh വരും അല്ലേ? യെസ്, പക്ഷെ നമ്മൾ ഈ ഒരു കേസിൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഓരോന്നിന്റെയും പ്രസന്റ് വാല്യൂ എടുത്തിട്ട് വേണം സി എഫ് എടുക്കാൻ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നെറ്റ് പ്രസന്റ് വാല്യൂ. വാട്ട് ഈസ് നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്? രണ്ടെണ്ണം ഒരുമിച്ച് തന്നെ പറയാം. സോ നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഈ രണ്ട് ടോപ്പിക് നോക്കാം. ഇവിടെ വേറെ പേരുണ്ട്, നോക്കാം. നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന് വേറെ പേരെന്താ? ഡിസൈറബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറയും. മനസ്സിലായോ? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓർ ഡിസൈറബിലിറ്റി ഫാക്ടർ ഓർ പ്രസന്റ് വാല്യൂ മെത്തേഡ്. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ ചെയ്താൽ മതി, ഒന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. രണ്ടാമത്തത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ആ ചെയ്യുക. അത്രേ ഉള്ളൂ. സോ സെയിം സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഇവിടെ പ്രൊജക്ട് കോസ്റ്റ് 20 lakh പറഞ്ഞിട്ടുണ്ട്. ആനുവൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് 5 lakh ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, നമുക്ക് ക്യാഷ് ഫ്ലോ ലാസ്റ്റ് എത്ര കിട്ടി? 8 lakh കിട്ടിയില്ലേ? യെസ്, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് ഇപ്പോ 4 years പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ എല്ലാ വർഷവും നമുക്ക് 8 lakh വെച്ചിട്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം അല്ലെ? 8 lakh വെച്ചിട്ടല്ലേ കിട്ടുന്നുള്ളൂ. ശരി, അപ്പൊ ഇവിടെ 8 lakh കിട്ടി. 0th ഇയറിൽ നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 20 lakh നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് കാണാം. ഇത് ഒരുമിച്ച് തന്നെ കാണുന്നില്ല. സോ പോട്ടെ, ഞാൻ 0 ഇവിടെ എടുക്കുന്നില്ല. എക്സാമിന് നിങ്ങൾക്ക് ഇവിടെ 0 എടുത്തിട്ട് ചെയ്യാം അല്ലെ? നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുണ്ട് 0 എടുത്തിട്ട് ചെയ്യേണ്ടത്. കറക്റ്റ്. യെസ്, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ 1, 2, 3, 4 ഓരോ ഇയറിന്റെയും നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് ഇവിടെ 0.909, 0.826, 0.751, അങ്ങനെ 0.683 ഇതൊക്കെ എടുക്കുന്നു. അപ്പൊ 3.169 അങ്ങനെ എന്താ കിട്ടുന്നുണ്ട് അല്ലെ? 169 ആണോ 17 ആണോ അറിയില്ല. ഏതിലേക്ക് ഏകദേശം കിട്ടുന്നു. അതെ, 909, 15, 16, ഓക്കെ 19, 169 കിട്ടാം. അപ്പൊ ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് NPV കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ ഇത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ കിട്ടും അല്ലെ? സോ 8 lakh ഇൻറ്റു 0.909 ഇവിടെ വാല്യൂ കിട്ടും, ഇവിടെ ഓരോന്നും വാല്യൂ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം ആഡ് ചെയ്യും. ഓക്കെ, സോ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സംവെയർ അറൌണ്ട് 25 lakh സംതിങ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നിങ്ങളെ വരാൻ പോകുന്ന ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ അല്ലെ? ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ 25 lakh സംതിങ് മൈനസ് നിങ്ങൾക്ക് ഓൾറെഡി ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത 20 lakh ഉണ്ട്. സോ 25 lakh സംതിങ് മൈനസ് 20 lakh 5 lakh സംതിങ് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, അതാണ് എന്ത് പറയുന്നത്? NPV എന്ന് പറയാം അല്ലെ? യെസ്, ഇനി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രസന്റ് വാല്യൂ 25 lakh ആണ് ആൻഡ് ഡിവൈഡഡ് ബൈ 20 lakh അടിക്കാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. സോറി, നിങ്ങളെ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1.25 അറൗണ്ട് കിട്ടും. ക്ലിയർ? യെസ്, അപ്പൊ അതാണ് എന്ത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഡൺ. അപ്പൊ NPV ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇപ്പോ നോർമലി ഡിഫറെന്റ് ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യാം അല്ലെ? പക്ഷെ സെയിം ക്യാഷ് ഫ്ലോസ് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയോ, സെയിം ക്യാഷ് ഫ്ലോസ് വരുന്നത്. സെയിം ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ ഇറ്റ് ഇസ് വെരി ഈസി. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഓരോന്നും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ ഒരു വാല്യൂ തരും. പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തരും. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ ഒന്നെങ്കിൽ ഇത് 4 ആയിരിക്കും തരാം. അപ്പൊ നിങ്ങൾ എല്ലാം കൂടി ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 3.769 കിട്ടി. നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. 8 lakh ഇൻറ്റു 3.169. സോ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 lakh ഇൻറ്റു 3.169 അറൗണ്ട് എത്ര കിട്ടും? 25 lakh സംതിങ് കിട്ടും അല്ലെ? ഒന്ന് ചെക്ക് ചെയ്ത്. 8 lakh ഇൻറ്റു 3.169. യെസ്, 25, 35, 200 അല്ലെ? 25, 35, 200. ഓക്കെ, മൈനസ് 20 lakh. യെസ്, ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടും? 5 lakh സംതിങ് കിട്ടും അല്ലെ?
5 lakhs സംതിങ് കിട്ടും. സോ 5 lakhs സംതിങ് ആണ് ഇവിടെയുള്ള NPV പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ, അതായത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ 25 lakhs സംതിങ് ഡിവൈഡഡ് ബൈ 20 lakh, അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 1.25 അല്ലെ? 1.25 കിട്ടുന്നല്ലേ നിങ്ങൾ കിട്ടിയ രണ്ട് ഫിഗേഴ്സ്? യെസ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്താ പറയുന്നത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? യാ. സോ നോക്ക്, NPV മീൻസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് ഓൾസോ നോൺ ആസ് ഡിസൈറബിലിറ്റി ഫാക്ടർ ഓർ പ്രസന്റ് വാല്യൂ മെത്തേഡ്. അങ്ങനെയൊക്കെ പറയും, പല മെത്തേഡായിട്ട് പറയും. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ അല്ലേ? ശരി. ഇനിയിപ്പോ ഇതിന്റെ റൂൾ എന്താന്ന് നോക്കാം. റൂൾ എന്താന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളെ, NPV ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലെ? NPV 0-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമുക്കിപ്പോ കിട്ടിയ 5 lakh സംതിങ് ആണ് അല്ലെ? ഇപ്പൊ 5 lakh എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഈക്വൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താ അറിയോ, നിങ്ങൾ കോസ്റ്റ് വരുന്നത് 10%, ഞാൻ അത് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 10% കിട്ടി. ഓക്കെ, സമാധാനം. മനസ്സിലായോ? ക്ലിയർ ആണോ? സോ ഇവ പോസിറ്റീവ് ഓർ ഈക്വൽ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലാണെങ്കിൽ നോക്കിയാൽ പോസിറ്റീവ് ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. മനസ്സിലായില്ല? NPV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം NPV ഈക്വൽ ടു 0 ആയാൽ അതിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് എത്രയാണോ വരുന്നത് അതേ കോസ്റ്റിന് ഈക്വലന്റ് ആയിരിക്കും എന്ത്? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ. അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്നതാണെങ്കിലും നമുക്ക് കൊടുക്കുന്നതാണെങ്കിലും സെയിം. അപ്പൊ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, മാനേജബിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ആ ഇൻവെസ്റ്റ്മെന്റ് കാരണം നഷ്ടമൊന്നുമില്ല, ചെയ്യാം. ഓക്കെ, സോ NPV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അതേ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരണം അല്ലെ? ഇത് നിങ്ങൾ മുകളിലുള്ളത് കൂടുതലായാലല്ലേ നടക്കുള്ളൂ. യെസ്, കറക്റ്റ്. ആൻഡ് ഈ രണ്ട് കേസിലാണ് വിൽ ടേക്ക് എന്ത്? അക്സെപ്റ്റ് ദ പ്രോജക്ട് എന്ന് പറയാം അല്ലെ? ബാക്കി രണ്ട് കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോജക്റ്റിനെ റിജക്ട് ചെയ്യാന്ന് പറയും. ഓക്കെ, പിന്നെ ഞാനിപ്പോ പറഞ്ഞത് ഈ ഒരു പോയിന്റ്, IRR ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാക്ക്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അത് വാക്കിനേക്കാളും കൂടുതലാണ്. അതായത് നിങ്ങൾ വാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വെറും 10% ഉള്ളൂ കോസ്റ്റ്. നിങ്ങൾക്ക് IRR എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ടിന് കിട്ടുന്ന റിട്ടേൺ ഒരു 12% ആണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ അല്ലേ? 10% കോസ്റ്റ് കൊടുത്തിട്ട് 12% കിട്ടുന്നുണ്ട്, ബെറ്റർ അല്ലേ? യെസ്. സോ അതാണ് IRR ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാക്ക്. ഓക്കെ ആണോ? ഇതെല്ലാം കണക്റ്റഡ് ആ മക്കളെ. ഈ 3 പോയിന്റ്സും കണ്ടോ? കണക്റ്റഡാ അല്ലെ? NPV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആ സമയത്ത് തന്നെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുക അല്ലെ? NPV പോസിറ്റീവ് ആവണമെങ്കിൽ എന്താവണം? നിങ്ങളെ പ്രൊജക്ടിന് കിട്ടുന്ന റിട്ടേൺ കൂടുതലായിരിക്കണം അല്ലെ? IRR ഷുഡ് ബി ഗ്രേറ്റർ. അത്രേ ഉള്ളൂ. ഇതെല്ലാം കണക്ട് ആയോ? 3 കണക്ട് ആയോ? NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് IRRന്റെ റൂൾ ഓക്കെ അല്ലേ? ഡൺ. യെസ്. അപ്പോ നോക്കൂ മക്കളെ, സോ നിങ്ങൾ ഇപ്പൊ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് പഠിച്ചു. ശരി, വെരി സിമ്പിൾ. നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മൾ പഠിച്ചു. സെയിം ക്യാഷ് ഫ്ലോസ് വെച്ചിട്ട് ഒന്ന് മൈനസ് ചെയ്യുന്നു, ഒന്ന് ഡിവൈഡ് ദാറ്റ്സ് ഓൾ അല്ലെ? യെസ്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് 2 ടോപ്പിക്കും കൂടി ഉള്ളൂ. ഇത് എന്തിലാ വരുന്നത്? ഒന്ന് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെ മോഡിഫൈ ചെയ്യുക. ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് മോഡിഫൈഡ് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? യാ. സോ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് അബൌട്ട് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. സോ വാട്ട് ഈസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞില്ല മക്കളെ, നമുക്കിപ്പോ NPV 0 ആവുക എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും എന്തായി? ഈക്വലായി അല്ലെ? ഇത് രണ്ടും ഈക്വലായി. ഞാൻ നോക്ക്, അവിടെ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും നോക്ക്, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. എനിക്ക് കോസ്റ്റ് വരുന്നതും പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും സെയിം ആണ്. എന്താണ്? എനിക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് 10%, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് 10%. ഓക്കെ, ഞാൻ കൊടുക്കേണ്ടത് 10%, എനിക്ക് കിട്ടുന്നതും 10%. ഓക്കെ, കിട്ടുന്നതും 10%. സോ അങ്ങനെയാണെങ്കിൽ NPV എന്തായിരിക്കും? ബെനിഫിറ്റ് ഇല്ല. യെസ്, നോ ബെനിഫിറ്റ് നോ ഇത് എന്നുള്ള രീതിയിലല്ലേ വരിക? കറക്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷനാണ് വരുന്നത് അല്ലെ? കറക്റ്റ്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എപ്പോഴാണോ ഇത് രണ്ടും ഈക്വൽ ആവുന്നത് അല്ലെ? എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസും പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസും ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റ് ആണ് NPV 0 എന്ന് പറയാം അല്ലെ? യെസ്. അപ്പൊ ഈ ടൈം ആവണമെങ്കിൽ എന്തായിരിക്കണം? നിങ്ങൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് അതേ ഈക്വലന്റ് ആയിട്ടുള്ള ഫിഗർ തന്നെ എവിടെ കിട്ടണം? ആ പ്രോജക്റ്റിന്റെ റിട്ടേൺ കിട്ടണം. മനസ്സിലായോ? യെസ്. NPV 0 ആവണമെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണോ ഉള്ളത് അതേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ് എന്ത്? IRR എന്ന രീതിയിൽ കിട്ടണം. ക്ലിയർ ആണോ? യെസ്. സോ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു IRR കിട്ടണം അല്ലെ? യെസ്. അപ്പോ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്താണ് IRR കൊണ്ട് ഉദ്ദേശിക്കുന്നത്? IRR മീൻസ് നിങ്ങൾ ഡിസ്കൗണ്ട്, സാധാരണ നമ്മൾ NPVയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പെർസെന്റേജ് അല്ലേ, ആ പെർസെന്റേജിനെ പറയുന്ന പേരല്ലേ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ? NPVയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഏത് പെർസെന്റേജ് വെച്ചിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്യുക? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടല്ലേ ഡിസ്കൗണ്ട് ചെയ്യുക അല്ലെ? നോക്കൂ മക്കളെ, ഇവിടെ
കമ്പനി എ ബി സി ഡി കുറേ കമ്പനി ഉണ്ട്, എ ബി സി ഡി എന്നൊക്കെ കുറേ കമ്പനി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒറ്റ പ്രൊജക്ട്. ഓക്കെ, സോ ആ പ്രൊജക്ട് തരുന്ന റിട്ടേൺ 15%. ഓക്കെ ആണോ? നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. ശരി, നമ്മളൊരു വലിയ ബിൽഡിംഗ് കെട്ടാൻ പോവാം. ഓക്കെ, ആ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ 15%. യെസ്, ആ കമ്പനി എ ബി സി ഡി ആര് വന്നാലും 15% അവർക്ക് കിട്ടുള്ളൂ. യെസ്, പക്ഷെ ഓരോ കമ്പനിക്കും ഓരോ ഡിഫറെന്റ് കോസ്റ്റ് ആയിരിക്കും അല്ലെ. കമ്പനി എ പറയുന്നു എനിക്ക് 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉള്ളൂ, 15% കിട്ടിയാൽ എനിക്ക് ലാഭമാണ്. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, കമ്പനി ബി പറയുന്നു ശരി ഞാൻ 14% എനിക്ക് കോസ്റ്റ്, 15% ഇവിടെ കിട്ടുന്നുണ്ട്, ഞാൻ ഓക്കെയാ. കമ്പനി സി പറയുന്നു എനിക്ക് 16% കോസ്റ്റ് ഉണ്ട്, ഞാൻ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല, എനിക്ക് നഷ്ടാ, ഞാൻ ഇല്ല എന്ന് പറയും. ക്ലിയർ അല്ലടാ? യെസ്, സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. അതായത് പ്രൊജക്ട് തരുന്ന റിട്ടേൺ സെയിമാ, 15% അല്ലെ. ആ പ്രൊജക്ടിന് IRR നമ്മൾ കണ്ടുപിടിക്കുന്നത്, പ്രൊജക്ട് തരുന്ന റിട്ടേൺ ആണ് IRR. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഓരോ കമ്പനിയുടെ ബേസിസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഓരോ കമ്പനീസിനും മീൻസ് എല്ലാ കമ്പനീസിനും ആ പ്രോജക്ട് അക്സെപ്റ്റബിൾ ആയില്ല അല്ലെ. സെയിം പ്രോജക്ട് തന്നെ ഡിഫറെന്റ് കമ്പനീസിന് ഡിഫറെന്റ് ഡിസിഷൻ റൂൾ ആവുന്നത് അല്ലെ. സോ അതെന്തുകൊണ്ടാ? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അവരുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടത് നോക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻ വയ്ക്കുക. പ്രൊജക്ട് തരുന്ന റിട്ടേണിൽ മാറ്റമൊന്നുമില്ല, 15 ആണ്. അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും അല്ലെ, ആര് ഇൻവെസ്റ്റ് ചെയ്താലും 15% തരുന്നു. ഓക്കെ, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ കോസ്റ്റിന്റെ പെർസ്പെക്റ്റീവില് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അത്രേ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ശ്രദ്ധിച്ചോ, അടുത്ത പോയിന്റ്. എങ്ങനെ IRR കണ്ടുപിടിക്കുക? IRR ഇസ് എ ഡിസ്കൗണ്ട് റേറ്റ് വെൻ NPV is equal to 0. അതായത് NPV 0 ആവുന്ന ആ ഒരു പെർസെന്റേജ് അല്ലേ. ഏതെങ്കിലും ഒരു വാക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് എന്ത് കിട്ടും? NPV 0. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു കമ്പനി എടുക്കാം. ഇപ്പൊ ഡി എന്നുള്ള കമ്പനി അവരുടെ വാക്ക് എന്ന് പറയുന്നത് 15%. ശരി, അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന റിട്ടേണും 15%. ഓക്കെ, രണ്ടും മാച്ച് ആയി അല്ലെ. യെസ്, അപ്പൊ അവരുടെ NPV എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഇപ്പൊ ബാക്കിലോട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, അതായത് NPV 0 ആവുന്നുണ്ട്. NPV 0 ആവുന്ന പോലെ നിങ്ങൾക്ക് എന്താണോ വാക്ക് വരുന്നത് അല്ലെ, NPV 0 ആവാൻ വേണ്ടിയിട്ട് വരുന്ന വാക്ക് എന്താണോ അത് തന്നെയാണ് ആ പ്രൊജക്ടിന് റിട്ടേൺ. സോ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ അല്ലെ. IRR is equal to ലോവർ റേറ്റ് പ്ലസ് NPV at ലോവർ റേറ്റ് ഡിവൈഡ് ബൈ NPV at ലോവർ റേറ്റ് മൈനസ് NPV at ഹയർ റേറ്റ് ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മ ഉണ്ടാവും അല്ലെ. യെസ്, സി ഇപ്പൊ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം മക്കളെ. നോക്കുക, ഇതേ ക്വസ്റ്റ്യനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം അല്ലെ. നോക്ക്, ശ്രദ്ധിച്ചോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട് അല്ലെ. യെസ്, അപ്പൊ ഞാനിപ്പോ 8 lakh വെച്ചിട്ട് എടുക്കുന്നത്. ശ്രദ്ധിച്ചേട്ടോ, 8 lakh എടുത്തു. 8 lakh. ശരി, ഇവിടെ നിങ്ങൾ ചില ആൾക്കാർ ഇവിടെ 0 ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ എന്ത് ചെയ്യും വെച്ചാൽ ലെസ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുക്കും. സോ എങ്ങനെയായാലും ഫൈനലി വീൽ ഗെറ്റ് NPV അല്ലെ. NPV ഇവിടെ 5,35,000 സംതിങ് കിട്ടി. ഓക്കെ, സോ അസ്യൂമിങ് ദാറ്റ് ഇത് 5 lakh ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര പെർസെന്റേജ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തേ? 10%. ശരി, അപ്പൊ നോക്കൂ മക്കളെ, ശ്രദ്ധിച്ചേട്ടോ. നിങ്ങൾക്കറിയാം ഏതോ ഒരു പെർസെന്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് എന്ത് കിട്ടണം? NPV 0 കിട്ടണം അല്ലെ. NPV 0 കിട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക? IRR എന്ന് പറയാം അല്ലെ. കറക്റ്റ്. അപ്പൊ ഇവിടെ നോക്ക്, 10% കോസ്റ്റ് ഉള്ള ഒരു കമ്പനിക്ക് NPV പോസിറ്റീവ് അല്ലേ? ആലോചിച്ചു. 10% കോസ്റ്റ് ഉള്ള കമ്പനിക്ക് ഈ ഒരു പ്രോജക്റ്റ് ലാഭകരമല്ലേ? യെസ്, മനസ്സിലായേ? അപ്പോ ലാഭകരമല്ലാതെ കൊണ്ടുവരണമെങ്കിൽ, അതായത് ഈ 5 lakhനെ പിന്നെയും കുറച്ച് നെഗറ്റീവിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കോസ്റ്റ് കൂട്ടിയാലല്ലേ നടക്കുള്ളൂ അല്ലെ. കോസ്റ്റ് കൂട്ടുമ്പോഴല്ലേ നിങ്ങളെ ബെനിഫിറ്റ് കുറയുള്ളൂ. അത്ര ആലോചിക്കുക അല്ലെ. അപ്പൊ ഈ 10ന്ന് നിങ്ങൾ മെല്ലെ കോസ്റ്റ് ഇങ്ങനെ കൂട്ടി പോയാൽ നിങ്ങൾക്ക് എന്ത് പറയും? ബെനിഫിറ്റ് കുറഞ്ഞു ഇവിടെ ഒരു നെഗറ്റീവ് ഫിഗറിലോട്ട് എത്തും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ഐഡിയ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം മക്കളെ. പേ ബാക്ക് പീരീഡ് ഇവിടെ എത്രയായിരുന്നു? 20 lakh ഡിവൈഡഡ് ബൈ 8 lakh. ഞാൻ പറഞ്ഞു ആൻസർ എത്രയാ വരുന്നത്? 2.5 വരുന്നത് അല്ലെ. ശരി, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ ഫോർ സം പെർസെന്റേജ് അറ്റ് 4 years ഇതേ 2.5 കിട്ടണം. മനസ്സിലായോ? പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയില്ലേ GT ഒക്കെ വെച്ചിട്ട്? നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് 1 ഡിവൈഡഡ് ബൈ 1.1 ഈക്വൽ ടു ഇങ്ങനെ അടിച്ചിട്ടേ സൈഡില് 4 years ആയതുകൊണ്ട് സൈഡിൽ 6 വരുമ്പോൾ ഒന്ന് GT അടിച്ചു നോക്കാം. എത്ര വരുന്നത് നോക്കി. 1 ഡിവൈഡഡ് ബൈ 1.1 ഈക്വൽ ടു ഇങ്ങനെ അടിച്ചിട്ട് ഓക്കെ, എന്നിട്ട് 6 വരുമ്പോൾ ഒന്ന് GT അടിച്ച് എത്ര വരുന്നത്?
എത്രയാണ് വരുന്നത്? 3.16. ശരി. ഓക്കെ, 2.5 എത്തിക്കണം. കുറച്ചും കൂടി കൂട്ടിയാലേ നടക്കുള്ളൂ. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ടേ 1.1 ഡിവൈഡ് ബൈ 1.2 20% എടുത്തിട്ട് ചെക്ക് ചെയ്യുക. സെയിം വേ ഒന്ന് ചെക്ക് ചെയ്ത്, സെയിം വേ ചെക്ക് ചെയ്ത് 20% വെച്ചിട്ട് 1 ഡിവൈഡ് ബൈ 1.2 ഈക്വൽ ടു ഇങ്ങനെ ചെയ്തിട്ടേ 1 ഡിവൈഡ് ബൈ 1.2 ഈക്വൽ ടു ചെയ്തിട്ട് സൈഡിൽ 6 വരുമ്പോൾ ജി ടി അടിച്ചേ. സംവെയർ അറൌണ്ട് 2 പോയിന്റ് ഇതായിട്ടും. ഓക്കെ, 2.5 അടുത്ത് വരുന്നുണ്ട് അല്ലെ? കറക്റ്റ് 2.5 വന്നാലാണ് ഇത് മനസ്സിലായത്. കറക്റ്റ് 2.5 വന്നാലാണ് ഇത് NPV 0 ആവുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. 20% അടുത്ത് വരുന്നുണ്ട്. എന്നാൽ പിന്നെ അടുത്ത പെർസെന്റേജ് കുറച്ചുകൂടി കൂടുതൽ എടുത്താൽ പോരെ? നിങ്ങൾക്ക് ഒരു 25% എടുത്ത് ചെയ്തുകൂടെ? 25 വേണ്ട, ഒരു 24 എടുത്ത് നോക്കി. 1 ഡിവൈഡ് ബൈ 1.24 എടുത്തിട്ടെ ഇതേപോലെ ഒന്ന് 6 ഇയേഴ്സ് വരുമ്പോൾ 6 ഇയേഴ്സ് അല്ല 6 നമ്പർ വരുന്ന സമയത്ത് ജി ടി അടിച്ച് എത്ര കിട്ടി? 2.404. സോ യു അണ്ടർസ്റ്റുഡ് 2.5 എന്നുള്ളത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലല്ലേ? സോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ 2% എടുത്ത് ചെയ്തുകൂടെ? മനസ്സിലായോ? 20%ഉം 24% എന്നുള്ളതാണ് 2% എടുക്കുന്നത്. നിങ്ങൾ ലോവർ റേറ്റ് ആൻഡ് ഹയർ റേറ്റ് എന്ന് പറഞ്ഞ് എടുക്കൂലേ? യെസ്. അപ്പോൾ ലോവർ റേറ്റ് ഹയർ റേറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കാം. ഇപ്പൊ സപ്പോസ് മക്കളെ നോക്കിക്കോ, ഞാൻ 20% എടുത്തിട്ട് ചെയ്യുന്നു, അതേപോലെ 24% എടുത്തിട്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇവിടെ NPV കിട്ടും. ഓക്കെ, സോ അസ്യൂമിങ് ദാറ്റ് NPV ഈസ്, ഇവിടെ നിങ്ങൾ NPV എടുക്കുമ്പോൾ ഇവിടെ ഒരു 1 lakh കിട്ടിയെന്ന് വിചാരിക്കാം. അസ്യൂമിങ് കേട്ടോ, അസ്യൂം ആണേ. ഹിയർ NPV is equal to 50,000 നെഗറ്റീവ് കിട്ടി. ഓക്കെ, ഇതെങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലായത് നെഗറ്റീവ് ആവുള്ളൂ അങ്ങനെ അങ്ങനെയൊക്കെ? ഇത് സിമ്പിൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോസ്റ്റ് കൂട്ടുന്ന സമയത്ത് ബെനിഫിറ്റ് കുറയും അല്ലെ? കോസ്റ്റ് കൂട്ടി ബെനിഫിറ്റ് കുറയും, കോസ്റ്റ് കൂട്ടി ബെനിഫിറ്റ് കുറയും. ക്ലിയർ ആണോ? അല്ലെ? കാര്യം മനസ്സിലായോ? കോസ്റ്റ് കൂട്ടി ബെനിഫിറ്റ് കുറഞ്ഞു. ക്ലിയർ? യെസ്. സോ 50,000ലേക്ക് എത്തി. അപ്പൊ ഇവിടെ കറക്റ്റ് ഏതോ ഒരു പോയിന്റ് നോക്കോളെ, എക്സാക്ട്ലി 20 and 24. ഇവിടെ 1 lakh ഉണ്ട്, ഇപ്പുറത്ത് 50,000 ഉണ്ട് നെഗറ്റീവ്. സോ എക്സാക്ട്ലി ഇതാ ഏതോ ഒരു പോയിന്റിൽ ഇവിടെ 0 വരും അല്ലെ? 50,000 നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഒരു 50,000 ഡിസ്റ്റൻസ് ഉണ്ട്. 1 lakh 0 വരെ 1 lakhന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഈ 20 24 വരെ ടോട്ടൽ 4% ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് കാണാം. മനസ്സിലായോ? സെയിം ലൈൻ വരച്ചിട്ടേ, സെയിം ഡിസ്റ്റൻസ് ഉള്ള ലൈൻ വരച്ചിട്ട് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ഇവിടെ എത്രയാന്ന് നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, ഈ ഒരു പോയിന്റ് ഈ ടോട്ടൽ ലൈൻ അല്ലെ, ടോട്ടൽ ലൈൻ A എന്ന് പറയുന്ന പോയിന്റ് നിന്ന് B വരെ ലാസ്റ്റ് വരെ 1,50,000. ഓക്കെ, 1,50,000 ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 lakh ഔട്ട് ഓഫ് 1,50,000 ആണ്. അപ്പോൾ ഏകദേശം ഒരു 0.6666%, അതായത് 2/3 പോർഷനാ വരുന്നുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു 4%ന്റെ 2/3 പോർഷൻ എവിടെ വരും നോക്കും. ഏകദേശം ഇവിടെ വരുന്നത്. ദാറ്റ് മീൻസ് 4%ന്റെ 2/3 അല്ലെങ്കിൽ 0.666 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2.666 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 2.6666 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 20ന്റെ കൂടെ 2.66 കിട്ടും. അതാണ് ഇവർ ഇക്വേഷൻ ആയിട്ട് എന്ത് പറയുന്നുള്ള ലോവർ റേറ്റ് പ്ലസ് NPV at ലോവർ റേറ്റ് അല്ലെ, ഡിവൈഡഡ് ബൈ NPV at ലോവർ റേറ്റ് മൈനസ് NPV at ഹയർ റേറ്റ് ഇൻടു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. ഇത്രയും ഓക്കെ ആണോ? ഡൺ. ഇനി IRRന്റെ കുറച്ച് പോയിന്റ്സ് പറയാം. IRR ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെന്റേജ് അല്ലെ? നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 22% ഒക്കെയാണ് ആൻസർ കിട്ടാൻ പോകുന്നത് വിചാരിക്കുക. അപ്പോൾ 22% കിട്ടി വിചാരിക്കുക. അതിന്റെ അർത്ഥം പെർസെന്റേജാ പറയുന്നുള്ളൂ അല്ലെ? നിങ്ങൾ NPV ആണെങ്കിൽ മക്കളെ ആലോചിച്ച് നോക്കാം, ഒരു സ്കെയില് നമുക്ക് മനസ്സിലാവും. അതായത് വലിയൊരു എമൗണ്ട് ഒക്കെ പറയാം. ഓക്കെ, അതായത് NPV ഞാൻ 2 പ്രോജക്റ്റ് കാണിച്ചു തരാം. പ്രോജക്ട് A ഉണ്ട്, പ്രോജക്ട് B ഉണ്ട്. പ്രോജക്ട് എയുടെ NPVയും പ്രോജക്ട് ബിയുടെ NPVയും പറയുന്നത്. സോ ഇവിടെ പ്രോജക്ട് എയുടെ NPV ഈസ് 1 lakh. ഓക്കെ, ആൻഡ് പ്രോജക്ട് ബിയുടെ NPV ഈസ് 500. ഇത്ര ഓക്കെ ആണോ? യെസ്. പ്രോജക്ട് A 1 lakh, പ്രോജക്ട് ബി 500, പ്രോജക്ട് സി NPV ഈസ് 10 crore. ഓക്കെ, സോ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ആണല്ലേ അല്ലെ? ശരി, ഈ 3 പ്രോജക്റ്റിലും പോസിറ്റീവ് ആയിട്ടുള്ള NPV ആ. ശരി, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? യെസ്, അക്സെപ്റ്റ് ചെയ്യാം. റെഡി. കാരണം പോസിറ്റീവ് NPV ആണ്, അക്സെപ്റ്റ് ചെയ്യാം.
പക്ഷെ മൂന്നിലും എമൗണ്ട് കണ്ടില്ല, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ഓക്കെ, പക്ഷെ ഇത് നോക്കിയിട്ടേ നിങ്ങൾക്ക് അതിന്റെ സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പറയാൻ പറ്റുന്നില്ല അല്ലെ. ഓ, മീൻസ് എന്തായാലും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലെ ചിലയിൽ അല്ലെ. യെസ്, നോക്ക് ഇവിടെ എ എന്നുള്ള പ്രോജക്റ്റിൽ 1 lakh ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ബെനിഫിറ്റ് ആണ് എന്ന് പറയുമ്പോഴും ആകെ 1 lakh അല്ലേ എക്സ്ട്രാ ഉള്ളൂ. യെസ്, പക്ഷെ ആ ഒരു പ്രോജക്റ്റിന്റെ സ്കെയിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ 10 കോടിയാണ്. സോ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അറിയോ, ആ പ്രൊജക്ടിന്റെ സ്കെയിൽ ഒരു ഐഡിയ കിട്ടും. അതായത് ആദ്യത്തെ ഒക്കെ പ്രൊജക്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള പ്രൊജക്ട് ആയിരിക്കാം മേ ബി. സി ലാസ്റ്റ് പ്രൊജക്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പ്രൊജക്ട് ആയിരിക്കാം. ഓക്കെ, സോ NPV അവിടെ നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂ കിട്ടും. ക്ലിയർ. പക്ഷെ IRR ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ്. പെർസെന്റേജിലാണ് പറയുന്നത്. അത് നമുക്ക് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ എത്ര എമൗണ്ട് ഇടുന്നതെന്ന് പറയില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ 10% IRR ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 11% ആയിരിക്കും. ഹിയർ യു മേ ബി ഗെറ്റിംഗ് 8-9%. സി IRR നോക്കുമ്പോൾ നിങ്ങൾ 10%, 11%, 9% എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഓക്കെ ഇത് ബെറ്റർ ആണെന്ന് പറയും. പക്ഷെ NPV നോക്കുമ്പോൾ ഇതിൽ 500 ഉള്ളൂ അല്ലെ. കാരണം ഇവിടെ ഓരോന്ന് ഡിഫറെന്റ് സ്കെയിലാണ് അല്ലെ. യാ, അതായത് ഇത്രയുള്ള പണി. നിങ്ങളിപ്പോ ഒരു നിങ്ങളെ ബിസിനസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 1 കോടി രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പോകുന്ന ആളാ. നിങ്ങളുടെ കയ്യിലല്ലേ 1 കോടി ഉണ്ട് ഒരാള്. ഓക്കെ, വേറൊരു ആളിൽ പൈസ ഒന്നുമില്ല, വലിയ പൈസ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 2000 രൂപയുണ്ട്. ശരി, അപ്പൊ ഈ 2000 ഉള്ള ആള് ചിന്തിക്കുന്നത് എന്തായിരിക്കും? അയ്യോ എനിക്ക് 2000 ഡബിൾ ആക്കണം, വലുതാക്കണം, കുറെ വലുതാക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുക അല്ലെ. യെസ്, ഈ 2000 ഉള്ള ആള് ഡബിൾ ആക്കാൻ വേണ്ടി 100% വേണ്ടി അത്രയും റിസ്ക് ഒക്കെ എടുത്തു വിചാരിച്ചോ. എന്തായാലും മാക്സിമം എത്ര ആവുള്ളൂ? 4000 രൂപയുടെ ആക്കാൻ പറ്റുള്ളൂ. 2000 4000 ആക്കാനേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് എത്ര കിട്ടുള്ളൂ? ജസ്റ്റ് 2000. സി ഇയാളെ പോയിന്റ് ഓഫ് വ്യൂല് കിട്ടുന്ന എമൗണ്ട് 2000 കുറച്ച് എമൗണ്ട് ആണെങ്കിലും, പക്ഷേ ദ പെർസെന്റേജ് ഈസ് 100%, വെരി വലിയ പെർസെന്റേജ്. ഓക്കെ, പക്ഷെ ഹിയർ 1 crore, എന്റെ കയ്യിൽ 1 crore ഉണ്ട്, ഞാൻ വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാ റിസ്ക് എടുക്കുന്നത് അല്ലേ? എനിക്ക് വെറും 1% ഒരു ദിവസം കിട്ടിയെന്ന് ചെയ്യും. 1%, ഒറ്റ പെർസെന്റേജ് 1 crore rupees ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ വലിയ ടാർഗറ്റ് ഒന്നും എയിം ചെയ്യുന്നില്ല, ജസ്റ്റ് 1% മതി. അങ്ങനെയാണെങ്കിൽ ആ 1% മാത്രം മതി എന്ന് ചിന്തിക്കുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് 1 lakh rupees അല്ലെ. മതിയില്ലേ അല്ലെ? ഒരാൾക്ക് ജീവിക്കാൻ ഏകദേശം 1 day 1 lakh കിട്ടിയെന്ന് വലിയ കാര്യം അല്ലെ. 1 crore എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്റെ കയ്യിലുണ്ട്? 1 lakh rupees കിട്ടി. കറക്റ്റ്. അപ്പൊ 1 lakh rupees ആസ് എൻ എമൗണ്ട് അല്ലെ, വലിയ എമൗണ്ട്. ഇത് വെച്ച് നോക്കി, ഇവിടെ 2000 ആയിരുന്നു, ഇവിടെ 1 ലക്ഷം അല്ലെ. 2000 1 ലക്ഷം, 2 ലക്ഷം എമൗണ്ട് നോക്കി, ഇവിടെ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, പക്ഷേ പെർസെന്റേജ് നോക്കി, ജസ്റ്റ് 1%, ഹിയർ 100%. സോ ആ ഒരു കാര്യം മനസ്സിലായോ? ഒന്ന് പെർസെന്റേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒന്ന് എമൗണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും തമ്മിലുള്ള വേരിയേഷൻസ് ഉണ്ട്. സോ ആ ഒരു വേരിയേഷൻ ആണ് IRR ഇതും വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു, അറിയില്ല നിങ്ങൾ എത്രത്തോളം ഇത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ, അതായത് IRR എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. സോ അതിൽ 1 of the 2 ഡ്രോബാക്സ് ആണ് റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ ആൻഡ് മൾട്ടിപ്പിൾ IRR. See, NPV assumes that all cash flows can be reinvested at the discount rate used for calculating NPV. In contrast, IRR technique assumes cash flows are reinvested at projects IRR. So that's a very എന്താ പറയുക ബിഗ് ലിമിറ്റേഷൻ ഓഫ് IRR. IRRന്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ ആണ് ഈ ഒരു പോയിന്റ്. നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത് ക്യാഷ് ഫ്ലോസ് ആർ റീഇൻവെസ്റ്റ്മെന്റ് അറ്റ് പ്രൊജക്ട് IRR എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു ക്വസ്റ്റ്യനിൽ 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 8 ലക്ഷം കിട്ടി ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയറും 8 ലക്ഷം കിട്ടി. തേർഡ് ഇയറും 8 ലക്ഷം കിട്ടി. ഫോർത്ത് ഇയറും 8 ലക്ഷം കിട്ടി. അപ്പൊ എന്താ ചെയ്യുന്നത് അറിയോ? ഇവിടെ നമുക്ക് ഏകദേശം ഒരു 22% ഒക്കെയാണ് ഇവിടെ IRR വന്നുകൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരെ അസ്യൂം ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ 20 ലക്ഷത്തിന് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഫസ്റ്റ് ഇയർ എൻഡ് ആകുമ്പോഴേക്കും 8 ലക്ഷം രൂപ ഇങ്ങോട്ടേക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് 8 ലക്ഷം ഇല്ലേ, നോക്ക് ഞാനൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, A എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ദിസ് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ഈ പ്രൊജക്ട് എനിക്ക് തരുന്ന റിട്ടേൺ ഞാൻ IRR എത്ര കണ്ടുപിടിച്ചു? 22% കണ്ടുപിടിച്ചു. അതായത് പ്രൊജക്ട് എനിക്ക് 1 ഇയർ കഴിയുമ്പോൾ 8 ലക്ഷം തന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്താ അസ്യൂം ചെയ്യുന്നതെന്ന് അറിയോ? ഈ കിട്ടുന്ന 8 ലക്ഷം
വീണ്ടും അതേ പ്രൊജക്റ്റിൽ തന്നെ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ പ്രൊജക്റ്റിൽ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് അസ്യൂം ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഒരു പോയിന്റ് എന്താ, നിങ്ങൾ ഈ 8 ലക്ഷം ഇനി വരാൻ പോകുന്ന 3 ഇയേഴ്സും ഇതേ 22% പോലെ കിട്ടുന്ന പോലെയാണ്. രണ്ടാമത്തെ 8 ലക്ഷവും നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. മൂന്നാമത്തെ 8 ലക്ഷം റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. നാലാമത്തെ 8 ലക്ഷം റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. സോ IRR എന്ന് പറയുന്നതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിങ്ങൾക്ക് ആ പ്രൊജക്ട് 22% തരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ 8 ലക്ഷം വീണ്ടും അതേ പ്രൊജക്റ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഈ 8 ലക്ഷക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെ? പക്ഷെ IRRന്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ആ പ്രൊജക്ടിന് കിട്ടുന്ന റിട്ടേൺ വീണ്ടും അതേ പ്രൊജക്റ്റിലേക്ക് തന്നെ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന അസംഷനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 ലക്ഷം ഉണ്ടല്ലോ, നിങ്ങൾ വീണ്ടും ഇതേ ഇപ്പോൾ 22% കിട്ടുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു 3 ഇയേഴ്സിലേക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ 1.22 റേസ് ടു 3 അല്ലെ, എത്ര വരും നോക്കി. 8 ലക്ഷം രൂപ നിങ്ങൾ 22% എന്ന പോലെ 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ എന്ത് കിട്ടും? ആഡ് ചെയ്ത് നോക്കി. 8 lakh ഇൻറ്റു 1.22 റേസ് ടു 3 എത്രയാ? 1.22 റേസ് ടു 3 ഇൻറ്റു 8 lakh എത്രയാ വരുന്നത്? കാൽക്കുലേറ്റ് ചെയ്യോ? അതായത് 8 ലാഖിന്റെ കൂടെ ജസ്റ്റ് 22% വെച്ചിട്ട് 3 വർഷം ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. പറയടാ. ഈ ലാസ്റ്റത്തെ 8 ലക്ഷം ഉണ്ടല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ, അപ്പൊ അത് 8 ലക്ഷം കിട്ടുള്ളൂ. ഈ 8 ലക്ഷം ഉണ്ടല്ലോ, 9.76 ലക്ഷം എത്തിക്കാൻ പറ്റും. അടുത്തത് അടുത്ത 8 ലക്ഷം പ്ലസ് 22% പ്ലസ് 22% 11.9072 എത്തിക്കാം. ഓക്കെ, പ്ലസ് 22% 14.5268. സോ അങ്ങനെ എത്തിക്കാൻ പറ്റും. ക്ലിയർ ആണോ? യാ, ഇതാണ് ഓൾമോസ്റ്റ് വരുന്നത്. സംഭവം കാര്യം മനസ്സിലായോ? അതായത് നമുക്ക് ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, പ്രൊജക്ടിന് കിട്ടുന്ന 8 ലക്ഷം, ആ 8 ലക്ഷം ഞാൻ വീണ്ടും റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു അറ്റ് 22%. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഈ 8 ലക്ഷത്തിനെ 14 ആക്കാം, ഈ 8 ലക്ഷത്തിനെ 11 പോയിന്റ് ആക്കാം, ഈ 8 ലക്ഷത്തിനെ 9 പോയിന്റ് ആക്കാം, ഈ 8 ലക്ഷത്തിന് 8 ലക്ഷം തന്നെ വെക്കാം. അപ്പൊ ഇങ്ങനെ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 14 11 20 20 34 42 ലക്ഷത്തിലേക്ക് ഏകദേശം എത്തി അല്ലെ. 42 to 43 ലാക്ക് റേഞ്ചിലേക്ക് വന്നില്ലേ? യെസ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഞാൻ ഇട്ട 20 ലക്ഷം 4 വർഷം ആകുമ്പോഴേക്കും 43 ലക്ഷമായി. ക്ലിയർ ആണോ? യെസ്. ഇനി നിങ്ങൾ ഒരു ബാങ്കിൽ 20 ലക്ഷം കൊണ്ടുപോയിട്ട് ഇട്ടിട്ടേ 22% പോലെ 4 വർഷം കിട്ടുവാണെങ്കിൽ എത്ര വരും എന്ന് കണ്ടുപിടിച്ചേ. 20 ലാഖിന്റെ കൂടെ പ്ലസ് 22% പ്ലസ് 22% പ്ലസ് 22% പ്ലസ് 22% എത്ര കിട്ടി? ഏകദേശം 43 44 കിട്ടിയോ അല്ലേ? ഇവിടെ ഏകദേശം 14 42 അല്ല 43 44 തന്നെ കിട്ടുന്നുണ്ട്. 9.76 ഉണ്ട്, 11.9 ഉണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് 44 കിട്ടിയില്ലേ? യാ, സി ദ പോയിന്റ് ഈസ്, നിങ്ങൾ 20 ലക്ഷം ഇട്ടിട്ട് കിട്ടുന്ന 8 ലക്ഷം നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന 22 പോലെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇത്രയാ. സോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനീഷ്യലി ഒരു 20 ലക്ഷം ഇട്ടാൽ എല്ലാ വർഷവും 22 കിട്ടുന്ന പോലെയാണ്. സോ ഇത് കറക്റ്റ് കിട്ടുന്ന പോലെ ഒരു വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചുള്ളത്. IRRന്റെ ലിമിറ്റേഷനാ പറയുന്നത്. നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഒരു വാല്യൂ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ട് അല്ലെ. എന്താ ഫോൾട്ട് വരുന്നത്? നിങ്ങൾക്ക് ആ പ്രൊജക്ടിന് കിട്ടുന്ന 8 ലക്ഷം വീണ്ടും അതേ പ്രൊജക്റ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേ പ്രൊജക്ട് പോലെ നിങ്ങൾക്ക് ചക്കയിട്ടപ്പോൾ മുതൽ എത്തും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് 22% കിട്ടിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ, കമ്പനിയുടെ കയ്യിലേ, ഇപ്പൊ കമ്പനിയുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, 1 കോടി ഉറുപ്പിക ഉണ്ട് വിചാരിക്കേ. നിങ്ങൾ കുറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത്, ഓക്കെ അല്ലെ, കുറെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഒരു 22% 25% റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അതന്നെ കിട്ടുമെന്ന് അസ്യൂം ചെയ്യുന്നത് ശരിയാവില്ലല്ലോ അല്ലെ. ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾ റിട്ടേൺ എടുത്തിട്ട് വീണ്ടും അതന്നെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ. പക്ഷെ നിങ്ങൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? സോ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ഉള്ള കമ്പനിയാ അല്ലെ. 10% ഉള്ള കമ്പനി, അവർക്ക് ഈ 10നേക്കാൾ എന്ത് കിട്ടിയാലും ലാഭം. ഓക്കെ,
അപ്പൊ ഇത് ചക്കയിട്ടപ്പോ മുയല് ചത്ത് എന്ന പോലെ 22% ഒരു ഇത് കിട്ടി. മനസ്സിലായോ? അപ്പൊ അത് കിട്ടിയപ്പോൾ ഇവർക്ക് ഇത്രയും കിട്ടി റിട്ടേൺ എന്ന് വെച്ചിട്ട് ഈ ഇടക്ക് കിട്ടുന്ന 8 ലക്ഷം വീണ്ടും 22% തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് റീഇൻവെസ്റ്റ്മെന്റ് അവിടെ തന്നെ പറ്റണം എന്നില്ലല്ലോ. ഇവർ ഈ 8 ലക്ഷം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കാം. പക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 10% കിട്ടാൻ നോക്കില്ല മക്കളെ, പറ. അല്ലെ? ലോജിക്ക് മനസ്സിലായോ? ഏഹ് യെസ്. അതായത് ഇടക്ക് കിട്ടുന്ന ആ 8 ലക്ഷം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേ പ്രൊജക്റ്റിൽ തന്നെ കിട്ടുന്ന പ്രൊജക്ടിന് റിട്ടേൺ തന്നെ കിട്ടുന്ന അസ്യൂം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ഷെയറിൽ ഇട്ടു, ശരി, എനിക്കൊരു 100% റിട്ടേൺ കിട്ടി. നിങ്ങൾ ഇട്ട 1 ലക്ഷം 2 ലക്ഷമായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 ലക്ഷം കയ്യിൽ നിങ്ങൾ എന്താ ഇത് 2 ലക്ഷം വന്നില്ലേ? അല്ലെങ്കിൽ ആ വർഷം നിങ്ങൾക്ക് റിട്ടേൺ എക്സ്ട്രാ കിട്ടിയത് 1 ലാക്കാ. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് വീണ്ടും അതേ കിട്ടും 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 വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. ക്ലിയർ ആണോ? യെസ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കിട്ടിയ പൈസ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെ? സോ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും മിനിമം എങ്കിലും മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ആ ഒരു റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് എന്ത്? മോഡിഫൈഡ് IRR. സോ മോഡിഫൈഡ് IRRല് IRRന്റെ ലിമിറ്റേഷൻസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ വൺ ഓഫ് ദ ലിമിറ്റേഷൻ ഇതാ, ഈ 8 ലക്ഷം നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്തിൽ ചെയ്താൽ മതി? വാക്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഞാനിപ്പോ 8 ലക്ഷത്തിന് ഇവിടെ കണ്ടോ 22% വെച്ചിട്ടല്ലേ 3 വർഷത്തേക്ക് ഇങ്ങനെ എടുത്ത് 3 വർഷം 2 വർഷം 1 വർഷം അങ്ങനെ. സോ ഇവിടെ നിങ്ങൾ 8 ലക്ഷം 10% കൂട്ടാം, അല്ലെ? ഇത് എത്ര പ്രാവശ്യം ചെയ്യാം? 3 പ്രാവശ്യം. ഇവിടെ 8 ലക്ഷം 2 പ്രാവശ്യം എടുക്കാം. ഓക്കെ, ഇവിടെ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനെ കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ എടുക്കാം. ക്ലിയർ ആണോ? ഈ 8 ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ വരുന്ന ഫൈനൽ വാല്യൂ എടുക്കാം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നിങ്ങൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാ? 20 ലാക്ക്. ഓക്കെ ആണോ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 20 ലാക്ക് ആൻഡ് ടെർമിനൽ വാല്യൂ, അതായത് നിങ്ങൾ ഈ ഓരോ 8 ലക്ഷത്തിനെയും 10% വാക്ക് വെച്ചിട്ട്, ഓക്കെ അല്ലേ? നേരത്തെ നിങ്ങൾ IRR വെച്ചിട്ട് റീഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്നാ പറയുന്നത്. ഇവിടെ നിങ്ങൾ വാക്ക് വെച്ചിട്ട് റീഇൻവെസ്റ്റ്മെന്റ് നടത്തി. വാക്ക് വെച്ചിട്ട് റീഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഒരു വാല്യൂ കിട്ടും. അത് ചിലപ്പോൾ കുറവായിരിക്കും. നേരത്തെ 22 വെച്ച് ചെയ്തുകൊണ്ടാണ് 43 കിട്ടി. അത്രയൊന്നും കിട്ടൂല. അപ്പൊ ഇവിടെ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ഈ ഒരു 20 ലാക്ക് ഇങ്ങോട്ട് ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം പെർസെന്റ് എടുക്കും? ഇപ്പൊ സപ്പോസ് അസ്യൂം ദാറ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 32 ലാക്ക് വരുന്നു വിചാരിക്കും. ഓക്കെ അല്ലേ? ഇത് ഓരോന്ന് കണ്ടുപിടിച്ചിട്ടേ 32 അല്ല, എന്തായാലും 35 ലാക്ക് എത്തും. അങ്ങനെ ഇട്ടിട്ട് ടോട്ടൽ ഇവിടെ തന്നെ 32 ആയി. ഓക്കെ, അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 35 ലാക്ക് ഒക്കെ എത്തും. ഇപ്പൊ 20 ലാക്ക് 35 ലാക്ക് ആയി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. 20 ലാക്കിന്റെ കൂടെ സം പെർസെന്റേജ് X% നിങ്ങൾ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 35 കിട്ടണം. അതാണ് മോഡിഫൈഡ് IRR. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മോഡിഫൈഡ് IRR കണ്ടുപിടിക്കുന്നത്. മോഡിഫൈഡ് IRR കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 20 ഇൻറ്റു 1 പ്ലസ് I റേസ് ടു 4 ഇസ് ഈക്വൽ ടു 35, അല്ലെ? സോ വാട്ട് ഈസ് 20? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. വാട്ട് ഈസ് 35? ടെർമിനൽ വാല്യൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് I എന്ന് പറയുന്നതാണ് MIRR. സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 പ്ലസ് I ഈക്വൽ ടു 35/20, എന്നിട്ട് ഇവിടെ ഫോർത്ത് പവർ അല്ലേ പറഞ്ഞേ? സോ യു ക്യാൻ ടേക്ക് ഫോർത്ത് റൂട്ട്. ഓക്കെ, എന്നിട്ട് I ഇസ് ഈക്വൽ ടു ഫോർത്ത് റൂട്ട് ഓഫ് 35/20 മൈനസ് 1. ഇതിങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത് സാധനമാണ്. ഞാൻ കാണിച്ചുതരാം. ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്ന സാധനം കണ്ടോ? ടെർമിനൽ വാല്യൂ അല്ല, സോറി, ഇവിടെ ഇല്ല. ഓക്കെ, ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ nth റൂട്ട് ഓഫ്, അല്ലെ, nth റൂട്ട് ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ടെർമിനൽ വാല്യൂ മൈനസ് 1. ഇതാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. MIRR ഇസ് ഈക്വൽ ടു ഈ ഒരു പോയിന്റ് എടുക്കാം. പക്ഷെ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കുന്നതിന് പകരം ഇതാണ് മീനിങ്. നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കിയ പോരെ. 20 ലക്ഷം 1 പ്ലസ് I റേസ് ടു 4 ആവുന്ന സമയത്ത് 35 ആവണം. അപ്പൊ ഇവിടെ I എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞ മെത്തേഡ് ഓക്കെ ആണോ? നിങ്ങൾ വെറുതെ ഡയറക്ട്ലി ബൈഹാർട്ട് ചെയ്തിട്ട് nth റൂട്ട് ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ടെർമിനൽ വാല്യൂ മൈനസ് 1 അങ്ങനെ ബൈഹാർട്ട് ചെയ്യണ്ടാവോ? വേണ്ട. ഓക്കെ ആണോ? യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന 20 ലക്ഷം, ഓക്കെ, 1 പ്ലസ് I റേസ് ടു എത്ര ഇയേഴ്സ്? 4 ഇയേഴ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 35 എത്തിക്കണം. ക്ലിയർ അല്ലേ? 20 35 എത്തണം. സോ ആ ഒരു ചേഞ്ച്. ഓക്കെ അല്ലേ? അവിടെ I എത്രയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്
സോ മോഡിഫൈഡ് IRR ഓക്കെ ആണോ? യെസ്. പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ IRR എന്നുള്ള ഒരു പോയിന്റ് പറയുന്നത്, മൾട്ടിപ്ലൈ IRR എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ചില സമയത്തുണ്ടല്ലോ പ്രൊജക്ട് ക്യാഷ് ഫ്ലോസ് സൈന് റിവേഴ്സ് ആവും. സൈന് റിവേഴ്സ് ആവാന്ന് പറഞ്ഞാല് നിങ്ങൾക്കിപ്പോ ആനുവൽ ക്യാഷ് ഫ്ലോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയർ 8 ലക്ഷം ഇങ്ങോട്ട് കിട്ടി, രണ്ടാമത്തെ വർഷം 8 ലക്ഷം ഇങ്ങോട്ട് കിട്ടി, മൂന്നാമത്തെ വർഷം 4 ലക്ഷം ഇങ്ങോട്ട് കിട്ടി, നാലാമത്തെ വർഷം ഒരു 2 ലക്ഷം അങ്ങോട്ട് പോയി. ഓക്കെ, അഞ്ചാമത്തെ വർഷം ഒരു 15 ലക്ഷം അങ്ങോട്ട് പോയി. അപ്പൊ അങ്ങനെ എന്താവാം, നമുക്കൊരു മേജർ ക്യാഷ് ഔട്ട്ഫ്ലോ ഒക്കെ ഇടയ്ക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വരാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സമയത്തുണ്ടല്ലോ, നിങ്ങൾ IRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും മൾട്ടിപ്പിൾ IRR വരുന്ന കേസ് ഉണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റൻ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ മൾട്ടിപ്പിൾ IRR വരാം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒരു IRR അല്ല, ഒന്നിൽ കൂടുതൽ IRR വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഒന്നിൽ കൂടുതൽ IRR വരുന്ന, മൾട്ടിപ്പിൾ IRR വരുന്ന സിറ്റുവേഷൻസ് വരാം എപ്പോ, വെൻ ദ പ്രൊജക്ട് ക്യാഷ് ഫ്ലോസ് ചേഞ്ച് ഓർ സൈൻ റിവൈസ്, സൈൻ ഓർ റിവേഴ്സ്. അതായത് പ്രൊജക്ടിന്റെ ക്യാഷ് ഫ്ലോസ് എന്താവുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ ചേഞ്ച് ആവുന്നുണ്ട്, അങ്ങനെ. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ IRR വരും. സോ ഇങ്ങനെ റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ ഒരു ലിമിറ്റേഷൻ ആണ്, മൾട്ടിപ്പിൾ IRRും ഒരു ലിമിറ്റേഷൻ ആണ്. എന്തിന്റെ? IRRന്റെ ലിമിറ്റേഷൻസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, മോഡിഫൈഡ് IRR കണ്ടുപിടിക്കുന്നത്. സോ മോഡിഫൈഡ് IRR അഡ്രസ്സസ് സം ഓഫ് ദീസ് ഡെഫിഷ്യൻസീസ്. എന്തൊക്കെ? എലിമിനേറ്റ് മൾട്ടിപ്പിൾ IRR റേറ്റ്, ഈ റീഇൻവെസ്റ്റ്മെന്റ് ഇഷ്യൂനെ ഇതാക്കും. അതേപോലെ NPVയും IRRും ചിലപ്പോൾ കോൺട്രഡിക്ഷൻ വരാറുണ്ട്. ചില സമയത്തുണ്ടല്ലോ നമ്മൾ പറയും പ്രൊജക്ട് A ആണ് ബെറ്റർ ബിക്കോസ് ഹൈ NPV എന്ന് പറയും, പക്ഷെ IRR നോക്കുമ്പോൾ പ്രൊജക്ട് ബിയിലാണ് ബെറ്റർ, ഇപ്പൊ പ്രൊജക്ട് ബി ആണ് ബെറ്റർ എന്ന് പറയും. സോ കോൺട്രഡിക്ഷൻ വരുന്ന കേസ് വരും. അതായത് NPV നോക്കുമ്പോൾ A ബെറ്റർ, IRR നോക്കുമ്പോൾ B ബെറ്റർ, അങ്ങനെയുള്ള കേസ് വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മോഡിഫൈഡ് IRR യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ. കാരണം വെച്ചാൽ ഇവിടെ നിങ്ങൾ NPV കണ്ടുപിടിക്കുമ്പോൾ എന്താണോ ബെറ്റർ കിട്ടുന്നത് അത് തന്നെയാണ് മോഡിഫൈഡ് IRR ആവുമ്പോൾ ബെറ്റർ. അപ്പൊ IRRന്റെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. ക്ലിയർ അല്ലേ? IRRന്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ കവർ ചെയ്തിട്ട് മോഡിഫൈഡ് IRR വരും, ഓൾസോ നോൺ ആസ് ടെർമിനൽ വാല്യൂ മെത്തഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ, ഇനീഷ്യലി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ ബാക്കിയുള്ളതെല്ലാം ടെർമിനൽ വാല്യൂലോട്ട് കൊണ്ടുവരും. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ടെർമിനൽ വാല്യൂ കൊണ്ടുപോകാം, ബൈ യൂസിങ് വാക്ക്. നമ്മളിപ്പോ 8 ലക്ഷത്തിന് 8% വെച്ചിട്ട് ഇങ്ങനെ ചെയ്തില്ലേ, യെസ്. സോ 35 ലാക്ക് എത്തിക്കുന്നില്ലേ, സോ അതാ സംഭവം. ക്ലിയർ? പിന്നെ എന്താ ചെയ്താൽ മതി, ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്താൽ മതി. അതായത് ഈ 20 ലാക്ക് നമുക്ക് 5 ഇയേഴ്സ് കൊണ്ട് അല്ലെ 4 ഇയേഴ്സ് കൊണ്ട് 35 ആവണം അല്ലെ. സോ ഇത് രണ്ട് ഈക്വൽ ആവും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, 20 ലാക്ക് എന്നുള്ളത് ഇന്നത്തെ വാല്യൂ ആണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രസന്റ് വാല്യൂ അല്ലേ. ഓക്കെ, ഈ 35 ലാക്ക് ഫ്യൂച്ചർ വാല്യൂ, അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 1+i⁴ അല്ലേ. ഇത് രണ്ട് ഈക്വൽ ആവും. മനസ്സിലായോ? യെസ്. ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ ഇനീഷ്യൽ അല്ലെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ഷുഡ് ബി ഈക്വൽ ടു എന്ത്, ടെർമിനൽ വാല്യൂന്റെ പ്രസന്റ് വാല്യൂ. ഇൻഫ്ലോ ഭാവിയിൽ ആകെ ഒരൊറ്റ ഇൻഫ്ലോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുക. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ 8 ലക്ഷം എല്ലാ വർഷവും വരുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ എല്ലാ വർഷവും 8 കിട്ടുന്നതിന് പകരം ഒറ്റയടിക്ക് 35 കിട്ടിയാലും ഇറ്റ് സെയിം ഇഫക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 20 ലാക്കിനെ ഈ 35 ലാക്കായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ആ ഒരു പെർസെന്റേജ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വാട്ട്, MIR. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് പറയുന്നത് ഡിഫറെന്റ് കൺക്ലൂഷൻ ഇൻ ഫോളോയിങ് സിനാരിയോസ്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻ 3 പറയുന്നുണ്ട് ഇവിടെ. ഒന്ന് സ്കെയിൽ ഓർ സൈസ് ഡിസ്പാരിറ്റി, ടൈം ഡിസ്പാരിറ്റി ഇൻ ക്യാഷ് ഫ്ലോസ്, അൺഈക്വൽ ലൈഫ്. ഇങ്ങനെയുള്ള 3 കേസസിൽ ഡിഫറെന്റ് കൺക്ലൂഷൻ വരാം. ഡിഫറെന്റ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ NPV റൂൾ അനുസരിച്ചിട്ട് പറയുന്നതും IRR റൂൾ അനുസരിച്ച് വരുന്നതും കോൺട്രഡിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സ്കെയിൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് വെറും 10 ലക്ഷത്തിന്റെ പ്രൊജക്റ്റാ, ഒരു പ്രൊജക്ട് 10 കോടിയുടെ പ്രൊജക്റ്റ്, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ നടത്തുമ്പോഴേ പ്രശ്നം വരും. കാരണം NPV ചിലപ്പോൾ ഒരെണ്ണം കൂടുതലായിരിക്കും അല്ലെ, 10 കോടിയുടെ ബിസിനസ്സിലായിരിക്കും NPV കൂടുതൽ വരാം, പക്ഷെ പെർസെന്റേജ് വൈസ് അത് കുറവായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ പ്രശ്നം വരും. നെക്സ്റ്റ് വരുന്ന ടൈം ഡിസ്പാരിറ്റി ഇൻ ക്യാഷ് ഫ്ലോസ് ആണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഫ്ലോസ് വരുന്ന ഒരു രീതി വ്യത്യാസമുണ്ട്. ഇപ്പൊ പ്രൊജക്ട് എയില് നമുക്ക് ഇനീഷ്യൽ ടൈമിൽ ഹൈ റിട്ടേൺ തന്നിട്ടേ മെല്ലെ മെല്ലെ പ്രൊജക്ടിന് റിട്ടേൺ കുറവാണ്. അതായത് പ്രൊജക്ട് എയിൽ നമ്മൾ പറയണ ആദ്യത്തെ പോലെ എനിക്ക് 1 കോടി കിട്ടി, പിന്നെ 50 ലക്ഷം, പിന്നെ 30 ലക്ഷം, പിന്നെ 10 ലക്ഷം, പിന്നെ 1 ലക്ഷം, അങ്ങനെ കിട്ടിയുള്ളൂ. ക്യാഷ് ഫ്ലോ അത്രേ ഉള്ളൂ, കുറഞ്ഞു പോകാം. രണ്ടാമത്തെ പ്രൊജക്റ്റിൽ എന്താ പറയുക, ആദ്യം എനിക്ക് 2 ലക്ഷം കിട്ടി, പിന്നെ ഒരു 5 ലക്ഷം കിട്ടി, പിന്നെ 10 കോടി കിട്ടി, അങ്ങനെ കൂടിക്കൊണ്ടുപോകാം. സോ രണ്ടിലും തമ്മിൽ ടൈം ഡിസ്പാരിറ്റി ഉണ്ട്. മനസ്സിലായോ? ക്യാഷ് ഫ്ലോസ് ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ഓരോന്നിനും ക്യാഷ് ഫ്ലോ വരുന്ന ടൈം ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ, ഇപ്പൊ ആദ്യത്തെ പ്രൊജക്റ്റിൽ 1 crore കിട്ടുന്നത് ഇന്നാ, അപ്പൊ അത് ഭയങ്കര അല്ലെ, 1 crore ഇന്നത്തെ വാല്യൂസ്
ഫസ്റ്റ് ഇയറിൽ 1 crore കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് വാല്യൂ നോക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് ഒന്നും വരില്ല, ജസ്റ്റ് ഒരു 90 ലാഖിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ആ 1 crore ഏറ്റവും അവസാനമാണെങ്കിലും അതിന്റെ പ്രസന്റ് വാല്യൂ എടുക്കുമ്പോൾ ഭയങ്കര കുറവില്ലേ. സോ ആ ഒരു ഡിഫറൻസസ് കാരണം ഡിഫറെന്റ് കൺക്ലൂഷൻ വരാം. പിന്നെ അൺഈക്വൽ ലൈഫ്. ഓക്കെ, അൺഈക്വൽ ലൈഫ്. അതുകൊണ്ട് അൺഈക്വൽ ലൈഫ് മീൻസ് ലൈഫ് ഡിഫറൻസ്. ഒരു പ്രോജക്റ്റിൽ 3 കൊല്ലം, ഒരു പ്രോജക്റ്റ് 5 കൊല്ലം ഒക്കെ ഉണ്ട്. അപ്പൊ അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റൂല, കാരണം NPV IRR റൂൾ നോക്കുമ്പോൾ പ്രശ്നം വരും. അപ്പൊ അൺഈക്വൽ ലൈഫ് വരുമ്പോൾ എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കും. റീപ്ലേസ്മെന്റ് ചെയിൻ മെത്തേഡ്, ഈക്വലന്റ് ആനുവലൈസ് ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ഇവിടം വരെ ഒന്ന് പറഞ്ഞിട്ട്, റീപ്ലേസ്മെന്റ് ചെയിൻ ഇവിടം വരെ പറഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു കൺസിഡർ വൈൽ ഡിറ്റർമൈനിങ് ക്യാഷ് ഫ്ലോസ് അതും പറയാം. ഓക്കെ, സോ നോക്കുക സ്പെഷ്യൽ കേസസ് എന്താ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ക്യാപിറ്റൽ റേഷനിങ്. വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ വേറെ പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, അണ്ടർ ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കോൺസ്ട്രെയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഇന്ന് മാർക്കറ്റ് ഇപ്പോ ഭയങ്കര ഡൗൺ അല്ലേ? മാർക്കറ്റ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് ശ്രദ്ധിക്കുന്ന ആളുണ്ടോ? ഓക്കെ, മാർക്കറ്റ് മൊത്തം ഡൗണാ അല്ലെ? വാറൊക്കെ കാരണം ഭയങ്കര ഡൗണാ. അപ്പോ ഇന്നിപ്പോ നോക്കുമ്പോൾ പല സ്റ്റോക്കുകളും, പല കമ്പനിയുടെ സ്റ്റോക്കും ഭയങ്കര താഴെയാണ് ഇരിക്കുന്നത്. മാർക്കറ്റ് മൊത്തത്തിൽ ഡൗൺ ആയതിന്റെ പ്രശ്നം എല്ലാ കമ്പനിയുടെ സ്റ്റോക്കിലോട്ടും ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഏകദേശം എല്ലാ കമ്പനിയുടെയും ഏകദേശം ഒരുവിധം നല്ല കമ്പനീസിന്റെ എല്ലാം എന്തായിട്ടുണ്ട്, കുറച്ച് വാല്യൂസ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ? ആക്ച്വലി വേണ്ടതിനേക്കാളും വാല്യൂ കുറഞ്ഞ ടൈപ്പ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട്, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും കൃത്യമായ ബോധമുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ബുള്ളിഷാണ്. ഓക്കെ, ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് മെല്ലെ മെല്ലെ ഗ്രോയിങ് മാർക്കറ്റാ അല്ലേ? ഗ്രോയിങ് കൺട്രിയാണ്. അപ്പൊ എന്തായാലും ഇത് മൊത്തം ഈ കമ്പനിയുടെ പ്രശ്നമൊന്നുമല്ല, വാറൊക്കെ ഒന്ന് തണുക്കുമ്പോൾ കൂളായിട്ട് കയറും. ഈവൻ പണ്ട് കൊറോണ വന്ന സമയത്ത് ഫുൾ തകർന്നു പോകുന്ന സമയത്ത് പോലും കയറിയിട്ടുണ്ട് അല്ലേ? യെസ്, അതിന് മുന്നേ റിസഷൻ വന്നപ്പോൾ പോലും 2008 സമയത്തൊക്കെ അപ്പോഴും കയറിയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഫുള്ള് ഡൗൺ ആയി ഏറ്റവും താഴെ എത്തിയ സമയത്ത് പോലും അത് തിരിച്ചു കയറിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇസ് ബുള്ളിഷ് എന്ന് പറയാം നമ്മളെല്ലാവരും. അപ്പോൾ നല്ല കമ്പനീസ് ആണെങ്കിൽ ഇനിയും ഗ്രോ ചെയ്യും എന്നാ പറയുള്ളൂ അല്ലെ? അപ്പൊ നല്ല നല്ല കുറെ കമ്പനീസ് ഇപ്പൊ ഡൗൺ അല്ലേ? യെസ്, അപ്പൊ ഇത് ഷുവർ അല്ലേ? നമുക്കറിയാം, എനിക്കറിയാം അല്ലെ? എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. യെസ്, എന്ന് വെച്ചിട്ട് എനിക്ക് ഇപ്പൊ പൈസ കുറെ, എനിക്കറിയാം ഏത് കമ്പനി ഇട്ടാലും ഇപ്പൊ നല്ലതാണ്. ഇപ്പൊ HDFC ബാങ്കിന്റെ സെക്ടർ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് ആയിക്കോട്ടെ, അതേപോലെ അങ്ങനെ കുറെ ബാങ്കുകളുണ്ടല്ലേ, ICICI ബാങ്ക് ആയിക്കോട്ടെ, ഇപ്പൊ റിലയൻസിന്റെ സ്റ്റോക്ക്, നിങ്ങൾ ടാറ്റയുടെ സ്റ്റോക്ക് ആയിക്കോട്ടെ, വാട്ടവർ ഏത് സ്റ്റോക്ക് ആയിക്കോട്ടെ, ലൈക്ക് ഇപ്പൊ ഡിഫൻസിന്റെ സെക്ടർ എടുക്കുകയാണെങ്കിൽ ഓരോരോ സ്റ്റോക്ക്, ഇതെല്ലാം കൂടുന്നുള്ളത് നമുക്കറിയാം. എന്ന് വെച്ചിട്ട് എനിക്കിപ്പോ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റും, കുറച്ചൊക്കെ പറ്റും അല്ലെ? ഒരു 5-10 ലക്ഷം വരെ ഒക്കെ പറ്റുമായിരിക്കും. ബട്ട് എനിക്കറിയാം 1 കോടി രൂപ ഇട്ടാൽ അവിടെ അത്രയും ലാഭം കിട്ടുന്നുള്ളത് ഷുവർ അല്ലേ? എനിക്കറിയാം 1 കോടിയല്ല, ഒരു 10 കോടി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് ലോങ്ങിലോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു 10 കോടി ഇട്ടാൽ അവിടെ ലാഭം കിട്ടുന്നത് ഷുവറാണ്. നിങ്ങൾക്കും അറിയാം. ഓക്കെ, 1 ലക്ഷം ഇട്ടാലും കിട്ടും. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ 10,000 ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാം, കാരണം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നില്ല അല്ലെ? യെസ്, സോ ആ ഒരു പോയിന്റ്, അതായത് നിങ്ങൾക്കറിയാം ലാഭം കിട്ടുന്ന ഉറപ്പാ, എന്നിട്ട് പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ലാഭം കിട്ടുന്ന അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? പൈസ ഇല്ല അല്ലെ? അല്ലടാ, പൈസ ഇല്ലല്ലോ, പൈസ ഇല്ല, അതാണ് അല്ലെ? പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കൂലേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്തേ? ക്ലിയർ ആണോ മക്കളെ? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ? ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പൊ നല്ല ഡൗണിലായി കിടക്കുന്നത്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. വൈ? ഡോണ്ട് ഹാവ് മണി, കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1000, 10,000 ആ റേഞ്ചിലൊക്കെ എമൗണ്ട് ഉണ്ടാവുള്ളൂ. അത് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി വരും. സോ ദ പോയിന്റ് ഈസ്, നമുക്കറിയാം പ്രൊജക്ട് ലാഭകരമാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? NPV പോസിറ്റീവ് ആണെങ്കിൽ അല്ലെ? ആ പാട്ട് പറഞ്ഞോട്ടോ, നയാ പൈസ ഇല്ല അല്ലെ? ശരിയാ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തായാലും ലാഭം കിട്ടുന്ന ഉറപ്പല്ലേ, എന്ന് വെച്ചിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. കാരണം എന്താ? പൈസ ഇല്ല. അതാണ് ഇവിടുത്തെ പോയിന്റ്. നിങ്ങൾക്കറിയാം പ്രോജക്റ്റ് ലാഭകരമാണ്, NPV പോസിറ്റീവ് ആണ്. ഇഫ് എ പ്രോജക്റ്റ് ഹാസ് എ NPV പോസിറ്റീവ്, അക്സെപ്റ്റ് ചെയ്യണ്ടേ? അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? പൈസ ഇല്ല. പോയിന്റ് മനസ്സിലായോ? യെസ്. അപ്പൊ ചില സമയത്ത് ഡ്യൂ ടു ക്യാപിറ്റൽ കോൺസ്ട്രെയിന്റ് എ ഫേം മേ ഹാവ് ടു സെലക്ട്
സം പ്രോജക്റ്റ് എമംഗ് വേരിയസ് പ്രോജക്റ്റ് ഓൾ ഹാവിംഗ് പോസിറ്റീവ് NPV. അതായത് നിങ്ങളോട് ഞാൻ ഇപ്പൊ പറഞ്ഞ് ഒരു 5 സ്റ്റോക്ക് പറയാണ്, കണ്ണും പൂട്ടി എടുത്തോ വാങ്ങിച്ചോ എന്ന് പറയുന്നുണ്ട് വിചാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിഫൻസ് സെക്ടർ നല്ല കയറിക്കൊണ്ടിരിക്കുക, ഓൾമോസ്റ്റ് നല്ല രീതിയില്ല. അപ്പൊ അതിലിപ്പോ ഒരു 4-5 സ്റ്റോക്ക് ഞാൻ പറയാം. അപ്പൊ ആ 4-5 സ്റ്റോക്ക് പറഞ്ഞ് നിങ്ങൾ കണ്ണുപൂട്ടി എടുത്തോന്ന് പറയും. എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ചിലപ്പോൾ 2-3 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലേ? ദാറ്റ്സ് ഇറ്റ്, സെയിം തിങ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാത്തിനും പോസിറ്റീവ് NPV ആണ്, ബട്ട് സ്റ്റിൽ യു വിൽ ഇൻവെസ്റ്റ് ഓൺലി ഇൻ ഫ്യൂ ബിക്കോസ് ദർ ഈസ് ക്യാപിറ്റൽ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ആ കേസിൽ 2 സിനാരിയോസ് വരാം. ഓക്കെ, ഒന്ന്, പ്രൊജക്ട്സ് ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിവിസിബിൾ. അതേപോലെ പ്രൊജക്ട്സ് ആർ നോട്ട് ഡിവിസിബിൾ എന്ന 2 കേസസ്. അതായത് സപ്പോസ് ഞാൻ ഇതിന് എക്സാമ്പിൾ പറയാനായിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ ഒരു 5 ലാൻഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5 ലാൻഡ്. ഓക്കെ, ഓരോന്നിനും 1 lakh വെച്ചിട്ടാണ് പൈസ. 1 lakh. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 3 ലക്ഷം വേണ്ട, 3.5 ലക്ഷമുണ്ട്. ഓക്കെ, 3.5 lakhs ഉണ്ട്. ശരി മക്കളെ, പറ, നിങ്ങൾക്ക് 3.5 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ നിങ്ങളോട് പറയാണ് ഇത് എന്താ പറയാ ഡിവിസിബിൾ അല്ല എന്ന്. നോക്ക്, ഡിവിസിബിൾ അല്ല, നോട്ട് ഡിവിസിബിൾ. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫുൾ 1 lakh ഈ പ്രോഡക്റ്റ് ഫുൾ വാങ്ങണം, ഫുൾ വാങ്ങണം. ഓക്കെ, പകുതി വാങ്ങിക്കാൻ പറ്റില്ല. എനിക്ക് 3.5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 3 ഫുള്ളും ഒരു ഹാഫ്, 3 ഫുള്ളും ഒരു ഹാഫ് എടുക്കാൻ പറ്റില്ല. അതല്ല കേട്ടോ. ഓക്കെ, 3 ഫുള്ളും ഒരു ഹാഫ്, 3 ഫുള്ളും ഒരു ഹാഫും എടുക്കാൻ പറ്റുമോ? ഇല്ല. വൈ? ബിക്കോസ് നോട്ട് ഡിവിസിബിൾ. ക്ലിയർ അല്ല മക്കളെ? നോട്ട് ഡിവിസിബിൾ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായാ? നോട്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വാങ്ങിക്കണം? ഒന്നെങ്കിൽ ABCDE, ABC മതി. ഡി എടുക്കാൻ പറ്റൂല, കാരണം പകുതി എടുക്കൂടാ, ഹാഫ് എടുത്തൂടാ, ഫുള്ള് മാത്രമേ പറ്റുള്ളൂ. യെസ്, ഇതാണ് നോൺ ഡിവിസിബിൾ കേസ്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ABC എടുത്തോളൂ, പ്രശ്നമില്ല. ഡിന്റെ പകുതി വേണമെങ്കിൽ ഡിന്റെ പകുതി എടുത്തോളൂ. അങ്ങനെ പകുതി എടുക്കാന്നുള്ള സിറ്റുവേഷൻ വരാം. മനസ്സിലായോ? പകുതിയല്ല, പാർട്ട് ഓൾസോ പോസിബിൾ. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിവിസിബിൾ. ദാറ്റ് മീൻസ് യു ക്യാൻ കട്ട്. മനസ്സിലായില്ലേ? ആ പ്രോജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഹാഫ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. സി ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, ഇപ്പുറത്ത് MRFന്റെ ഷെയർ ഉണ്ട്, ഇപ്പുറത്ത് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. നിങ്ങൾക്ക് MRFന്റെ ഷെയർ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? MRFന്റെ ഷെയറിന് ഇപ്പൊ 1,36,000 റേഞ്ചിൽ വാല്യൂ ഉണ്ട്. വാങ്ങിക്കാൻ പറ്റും? ഇല്ല. കാരണം വാങ്ങിക്കണമെങ്കിൽ മിനിമം 1 വാങ്ങിക്കണം, ഒരെണ്ണെങ്കിലും വാങ്ങിക്കണം, അല്ലേ? അപ്പൊ 1,36,000 കൊടുത്താലല്ലേ പരിപാടി നടക്കുള്ളൂ. കറക്റ്റ്. 1 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. MRF വാങ്ങിക്കണ കുറച്ച് പണിയുണ്ട് കേട്ടാ. ഇനി ഇവിടെ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ 1 ലക്ഷം പോട്ടെ, 100 രൂപയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ. അതിന്റെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണക്കായിട്ട് അത്രയും യൂണിറ്റ്സ് അവർ തരും, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണക്കായിട്ടുള്ളതിന് യൂണിറ്റ്സ് തരും. സോ ദാറ്റ് മീൻസ് പാർട്ട് പ്രൊജക്ട് ഈസ്. അപ്പൊ ഇങ്ങനെ 2 കേസ് പറഞ്ഞു. 2 കേസ് ഓക്കെ അല്ലേ? പ്രൊജക്ട്സ് ആർ ഡിവിസിബിൾ ആൻഡ് നോട്ട് ഡിവിസിബിൾ. അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് റാങ്ക് ചെയ്യുക? റാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ABCDE ഉണ്ട്. ഇതിൽ ഏതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം? എന്റെ കയ്യിൽ 3.5 ഉള്ളൂ. 3.5 പറ്റും. ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് 3 പറ്റുള്ളൂ. ഏത് 3? ടോപ്പിലുള്ള 3. ഏതെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള 3 പറ്റുള്ളൂ, അല്ലെ? ഇവിടെ അങ്ങനല്ല. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിലുള്ള 3, അതിന്റെ കൂടെ ഒരു പാർട്ട് പ്രൊജക്ട് ഓൾസോ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അത് ഏത് ഓർഡറിൽ എടുക്കണം എന്നുള്ളതൊക്കെ ആലോചിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏത് ഓർഡറിൽ ചെയ്യണം, അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഞാൻ ഇവിടെ പറഞ്ഞേ. സോ യു ക്യാൻ ചെക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, ബട്ട് ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, ഡിവിസിബിൾ ആണെങ്കിൽ റാങ്ക് ഓൺ ദ ബേസിസ് ഓഫ് NPV പെർ റുപ്പി. ഓക്കെ, അതായത് നിങ്ങൾ ഓരോ പ്രൊജക്ടിന്റെ NPV നോക്കാം, എന്നിട്ട് 1 രൂപയ്ക്ക് എത്ര NPV നോക്കാം, എന്നിട്ട് റാങ്ക് ചെയ്യാം. ദാറ്റ് ഈസ്, ഇവിടെ നിങ്ങൾക്ക് 50,000 കിട്ടുന്നുണ്ട് NPV, ഇവിടെ 20,000 കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 50,000 കിട്ടുന്നു. ദാറ്റ് മീൻസ് 1 രൂപയ്ക്ക് 50 പൈസ. ശരി, ഇവിടെ 1 രൂപയ്ക്ക് 0.2 പൈസ. സോ പെർ റുപ്പി നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കണം. മനസ്സിലായി? അപ്പൊ ഇത് ഓരോന്നും വേറെ ലാക്ക്. ഇപ്പൊ 1 ലക്ഷം, ഇവിടെ 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം ഒക്കെ ആവും.
സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 1 രൂപയ്ക്ക് 0.8, ഇവിടെ സോറി 1 രൂപയ്ക്ക് 0.5, ഇവിടെ 1 രൂപയ്ക്ക് 0.2 അല്ലേ വരുന്നത്, കറക്റ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും കൂടുതൽ റാങ്ക് എമൗണ്ട് വരുന്ന ഏതാണോ അത് ഫസ്റ്റ് പ്രിഫർ ചെയ്യുക. ഓക്കെ, സോ NPV പെർ റുപ്പിയുടെ ബേസിസിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക. പക്ഷെ പ്രൊജക്ട് നോട്ട് ഡിവിസിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ 50,000 ഉണ്ട്, ഇവിടെ 20,000 ഉണ്ട്, ഓക്കെ, ഇവിടെ 10,000 ഉണ്ട്, ഇവിടെ 30,000 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ABC എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 + 20 + 10,000. BCA എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ ഓരോന്നും അങ്ങനെ എടുത്തു പോകണം. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് NPV, അതായത് ഈ ടോട്ടൽ വാല്യൂ എടുത്തിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ABC വരുമ്പോൾ എങ്ങനെ, ABD വരുമ്പോൾ എങ്ങനെ, അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യണം. ഓക്കെ, സോ രണ്ടിന്റെ റൂൾ ഓക്കെ ആണോ? ഒന്ന് ഡിവിസിബിൾ ആണെങ്കിൽ നിങ്ങൾ പെർ റുപ്പി ബേസിസിൽ ചെക്ക് ചെയ്യുക, എന്നിട്ട് റാങ്ക് ചെയ്യുക. അടുത്തത് നിങ്ങൾക്ക് അബ്സല്യൂട്ട് NPVയുടെ ബേസിസിൽ റാങ്ക് ചെയ്തിട്ട് മിക്സപ്പ് ചെയ്യുക, എന്നിട്ട് ഏതാ ബെസ്റ്റ് എന്ന് ചെക്ക് ചെയ്യുക. സോ യു ക്യാൻ ചെക്ക് ടെക്സ്റ്റ് ബുക്ക് ഇലസ്ട്രേഷൻസ് ഇത് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രൊജക്ട് വിത്ത് അൺഈക്വൽ ലൈഫ്. അൺഈക്വൽ ലൈഫ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം റീപ്ലേസ്മെന്റ് ഡിസിഷൻ, അതായത് ഒരു അസറ്റ് റീറ്റെയിൻ ചെയ്യണോ റീപ്ലേസ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ കാർ വാങ്ങിക്കണം, പ്രൊജക്ട് A വാങ്ങണോ പ്രൊജക്ട് B വാങ്ങണോ, ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലൈഫ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, NPV റൂളോ IRR റൂളോ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ടറി ആവും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് റീപ്ലേസ്മെന്റ് ചെയിൻ മെത്തേഡ്, നെക്സ്റ്റ് വൺ ഈസ് ഇക്വാലന്റ് ആനുവലൈസ് ക്രൈറ്റീരിയൻ. വെരി ഇമ്പോർട്ടന്റ്. റീപ്ലേസ്മെന്റ് ചെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലാരിറ്റി കിട്ടും. എന്താ ഇഫ് എ പ്രൊജക്ട് A ഹാസ് 3 years ആൻഡ് അനദർ പ്രൊജക്ട് ഹാസ് 2 years. ഒരു പ്രൊജക്ട് 3 കൊല്ലവും ഒരു പ്രൊജക്ട് 2 കൊല്ലവും ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഒരെണ്ണത്തിന് NPV നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും. കാരണം ഒരെണ്ണം 3 കൊല്ലമേ ഉള്ളൂ, ഒരെണ്ണം 2 കൊല്ലമേ ഉള്ളൂ. അപ്പൊ അത് കമ്പാരിസൺ അത്ര ശരിയല്ലല്ലോ എന്ന് തോന്നും. മനസ്സിലായില്ലേ? യെസ്. അപ്പൊ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ സെയിം നമ്പർ ഓഫ് ഇയറിലേക്ക് മാറ്റണം. ഓക്കെ, കോമൺ ലൈഫിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരെണ്ണം പ്രൊജക്ട് A 3 ഇയർ ഉണ്ടല്ലോ, ആൻഡ് പ്രൊജക്ട് B 2 കൊല്ലം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ LCM കണ്ടുപിടിക്കും. 3 × 2 LCM എത്രയാ? 6 അല്ലെ? അപ്പൊ നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, 0th ഇയർ ഞാനിപ്പോ ഈ ഒരു പ്രൊജക്ടിന്റെ റിട്ടേൺ ഇങ്ങനെയാന്ന് വിചാരിക്കും, 1 lakh rupees ഇൻവെസ്റ്റ്മെന്റ്, എല്ലാ വർഷവും 50,000 വെച്ചിട്ട് റിട്ടേൺ കിട്ടും. അപ്പൊ 0th ഇയറിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 lakh പോയി. ഓക്കെ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എനിക്ക് എന്ത് കിട്ടും? 50,000 വെച്ചിട്ട് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി 4th ഇയർ, 5th ഇയർ, 6th ഇയർ. വൈ 6 ഇയർ? ബിക്കോസ് ഇത് രണ്ടും മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, 4th ഇയറും 5th ഇയറും 6th ഇയറും എനിക്ക് ഇതേ പ്രൊജക്ട് തന്നെ പൈസ കിട്ടണം. ഓക്കെ, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? തേർഡ് ഇയർ എൻഡിൽ, 4th ഇയറിന്റെ ബിഗിനിങ്ങിൽ, അതായത് തേർഡ് ഇയർ എൻഡിൽ, നമ്മുടെ 4th ഇയറിന്റെ ബിഗിനിങ്ങിൽ, ദാറ്റ് ഈസ് തേർഡ് ഇയർ എൻഡിൽ ഐ ഷുഡ് ഇൻവെസ്റ്റ് 1 lakh അഗെയിൻ, അല്ലെ? സോ ദാറ്റ് മീൻസ് ഇവിടെ സംഭവിക്കുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം 0th ഇയറിൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, 3 കൊല്ലം ഇങ്ങനെ പൈസ കിട്ടി. നെക്സ്റ്റ് തേർഡ് ഇയർ എൻഡിൽ നിങ്ങൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ 6 years ആയി. ഇതേപോലെ നിങ്ങൾ വേറൊരു പ്രൊജക്ട് B, ഹിയർ ഇഫ് ഇറ്റ് ഈസ് 1 lakh rupees ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ഒരു 75,000 കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത 1 lakh ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 75,000 കിട്ടും. നെക്സ്റ്റ് 1 lakh ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അഗെയിൻ 75,000 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാഷ് ഫ്ലോ ഇവിടെ നെഗറ്റീവ് ഒക്കെ വരും. മനസ്സിലായോ? യെസ്. അതിനനുസരിച്ചിട്ട് NPV കാണാം, ഹിയർ ഓൾസോ NPV കാണാം. സോ വിച്ച് എവർ NPV ഈസ് ഹയർ അത് എടുക്കുക. മനസ്സിലായാ? റീപ്ലേസ്മെന്റ് ചെയിൻ മെത്തേഡ്. ഓക്കെ, ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് ഇക്വലന്റ് ആനുവലൈസ് ക്രൈറ്റീരിയൻ എടുക്കാം. ഇക്വലന്റ് ആനുവലൈസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയറിലേക്ക് എടുക്കുക. ഇപ്പൊ നമുക്ക് നമ്മൾ ഇവിടെ 3 ഇയറിന്റെ സാധനവും 2 ഇയറിന്റെ സാധനവും നമ്മൾ എന്ത് ചെയ്തു? കോമൺ ലൈഫ് ആയോ 6ലേക്ക് എത്തിച്ചു. അതിന് പകരം നിങ്ങൾ 3 ഇയറിന്റെ സാധനം 1 വർഷത്തേക്കും 2 ഇയറിന്റെ സാധനം 1 വർഷത്തേക്ക് എത്തിക്കാം. ഇത്രയുള്ള പണി. ഫസ്റ്റ് ഇപ്പൊ ഞാൻ പ്രോജക്ട് എന്റെ കേസിൽ 3 ഇയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം NPV കണ്ടുപിടിക്കും. സാധാരണ രീതിയിൽ NPV. ഓക്കെ, സാധാരണ രീതിയിൽ NPV എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ ഫസ്റ്റ് 0th ഇയറിൽ 1 lakh പോയല്ലോ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ നിങ്ങൾക്ക് 50,000 വെച്ച് കിട്ടി. ഓക്കെ, സോ അങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ NPV നിങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ യു വിൽ ഗെറ്റ് സം എമൗണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? PVAF വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. എടാ 3 കൊല്ലത്തേക്കാണല്ലോ ഇത്. അപ്പൊ ഇവിടെ 3 കൊല്ലത്തേക്കുള്ള പ്രസന്റ് വാല്യൂ നിങ്ങൾക്ക് ഏകദേശം 25,000 കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ PVAF അറ്റ് നിങ്ങളുടെ പെർസെന്റേജ് 3 ഇയേഴ്സിലേക്ക് എടുക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇപ്പോൾ 10% PVF നിങ്ങൾക്കറിയാം 0.909 പ്ലസ് 0.826 പ്ലസ് 0.751. സോ 2.486 കിട്ടുക. അപ്പൊ ഇവിടെ നിങ്ങൾ 2.486 വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 2,50,000 ഡിവൈഡ് ബൈ 2.486.
ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ പ്രൊജക്ട് ബി ഉണ്ടാവും, അതിന് 2 ഇയർ ഉള്ളൂ. സോ അവിടെ NPV നെ ഡിവൈഡ് ബൈ PVAF ഓഫ് ദാറ്റ് മച്ച് നമ്പർ ഓഫ് ഇയേഴ്സ്, 2 ഇയേഴ്സ്. ക്ലിയർ ആണോ? കാര്യം മനസ്സിലായ? സോ ഇക്വാലന്റ് ആനുവലൈസ് ക്രൈറ്റീരിയൻ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ്? ഫൈൻഡ് NPV ഫോർ 2 ഇയേഴ്സ് ആൻഡ് 3 ഇയേഴ്സ്. സെപ്പറേറ്റ് ആയിട്ട് 3 ഇയേഴ്സിന് കാണാം, 2 ഇയേഴ്സിന് കാണാം. ദെൻ ഡിവൈഡ് ഇറ്റ് വിത്ത് PVAF ഓഫ് റെസ്പെക്റ്റീവ് ഇയേഴ്സ്. അത്ര. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ മോർ പോയിന്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ, ക്യാഷ് ഫ്ലോ ഡിറ്റർമൈനിങ് പോയിന്റ് വരാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്ക്, നമ്മൾ സാധാരണ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആനുവൽ ക്യാഷ് ഫ്ലോ, എല്ലാ വർഷവും വരുന്ന ക്യാഷ് ഫ്ലോസിനെ PVAF അറ്റ് വാക്ക് വെച്ചിട്ടാണ് ചെയ്യാറ്, അല്ലെ? നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, അല്ലെ? PVAF അറ്റ് വാക്ക് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, നിങ്ങൾക്ക് 8 lakhs വെച്ചിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് ഇവിടെ PVAF 3.169 കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള 8 lakhs, അതായത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു 3.169, അപ്പോഴാണ് നിങ്ങൾക്ക് 25 ലക്ഷത്തി സംതിങ് കിട്ടിയത്. സോ ഇതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്. കാര്യം മനസ്സിലായോ? യെസ്. സോ നമ്മൾ എന്ത്, ആനുവൽ ക്യാഷ് ഫ്ലോ ഇൻറ്റു PVAF അറ്റ് വാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോസ് ഇൻഫ്ലോസ് കിട്ടും. ഓക്കെ. ഇനി ഇതേപോലെ ആനുവൽ ക്യാഷ് ഫ്ലോനെ നിങ്ങൾ PVAF അറ്റ് IRR ആണ് മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കുക. ഓക്കെ. IRRന്റെ സമയത്ത് മാച്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ടൈമിൽ നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് വിൽ ബി ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് ആണ്. ഓക്കെ അല്ലേ? യെസ്. സോ നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആയിരിക്കും കിട്ടുക. സോ ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. പല എക്സാമിനും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1 റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഐഡിയ കിട്ടും. ഓക്കെ. സോ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഇത്രേ ഉള്ളൂ പണി. ആനുവൽ ക്യാഷ് ഫ്ലോ ഇൻറ്റു PVAF അറ്റ് IRR. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. യാ, നിങ്ങൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഈ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ഇവിടെ ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ എന്ന് ചെയ്യാം. അപ്പൊ PVAF അറ്റ് IRR കിട്ടും. അപ്പൊ ഇവിടെ നോക്ക്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാ, അല്ലേ? ഇപ്പൊ അസ്യൂമിങ് ദാറ്റ് വേറെ ഔട്ട്ഫ്ലോസ് ഒന്നുമില്ല, ഇനീഷ്യൽ ഔട്ട്ഫ്ലോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്താൽ നിങ്ങൾ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ ഈസ് 20 lakh, ആനുവൽ ക്യാഷ് ഫ്ലോ ഈസ് 8 lakh. ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 2.5 കിട്ടും, അല്ലെ? അപ്പൊ 2.5 ആണ് ഇവിടെ പേ ബാക്ക് പീരീഡ്. ആ പേ ബാക്ക് പീരീഡ് ആണ് എന്ത്, PVAF അറ്റ് IRR. ഞാൻ നേരത്തെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നോക്കാം. നമ്മൾ 20 lakhs 8 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 2.5 കിട്ടി. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ 2.5 PVAF കിട്ടുന്ന പോലെ നിങ്ങൾ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ 20% വെച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 2.658ഉം 24 വെച്ച് ചെയ്തപ്പോൾ 2.46 ഒക്കെ കിട്ടിയേ, അല്ലെ? കറക്റ്റ് 2.5 അല്ലേ വരണ്ടേ? യെസ്. അപ്പൊ അറ്റ് IRR, ശരിക്കും PVAF അറ്റ് IRR എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 2.5 കിട്ടുമായിരുന്നു. ക്ലിയർ? യെസ്. സോ അതാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ആഫ്റ്റർ എ സ്മോൾ ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാഷ് ഫ്ലോസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലെ ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിലേ ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് മാത്രം കൊണ്ടുപോരും, അല്ലെ? നമുക്ക് ക്യാഷ് ഫ്ലോ എങ്ങനെ റെഡിയാക്കാന്ന് കൂടെ അറിയണം. ഓക്കെ. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആഫ്റ്റർ ബ്രേക്ക് ഡിസ്കസ് ചെയ്യാം, ജസ്റ്റ് 10 minutes. ഓക്കെ അല്ലേ? അപ്പൊ 11:50 ആകുമ്പോഴേക്കും നിങ്ങൾ കയറും കേട്ടോ. 11:50. ഓക്കെ. 11:50 ആകുമ്പോഴേക്കും ഞാൻ ക്യാഷ് ഫ്ലോസിന്റെ ഡിറ്റർമിനേഷൻ പറഞ്ഞു. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു കൺസിഡർ. ഓക്കെ. എന്തൊക്കെ ക്യാഷ് ഫ്ലോസിൽ എടുക്കണം, എടുക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതൊക്കെ പറയാം. ഓക്കെ. ശരി. 11:50